ഇന്ന് വൈകിട്ട് എടുക്കാനായി താല്പര്യപ്പെട്ടത് ദൈവത്തിൻ്റെ ചില യുദ്ധത്തിൻ്റെ വെല്ലുവിളികളും ആത്മയുദ്ധവും. നമ്മൾ ഇതുവരെ കൊണ്ട് ശ്രദ്ധിച്ചത്, അല്ലെങ്കിൽ ഇതുവരെ കൊണ്ട് നമ്മൾ പഠിച്ചു വന്നത്, ശത്രുവിനെതിരെ നമ്മൾ പലപ്പോഴും പല അമ്പുകളും അയക്കും, അല്ലെങ്കിൽ പലതും പറയുമെങ്കിലും ഇതൊന്നും അവിടെ ചെല്ലുന്നില്ല, അവൻ അനുസരിക്കുന്നില്ല. ഈ പട്ടണം വിട്ടു പോകണമെന്ന് പല പ്രാവശ്യം ഞാൻ പറഞ്ഞതാ, പോയിട്ടില്ല. ഈ രോഗിയുടെ മേൽ നിന്ന് രോഗത്തിൻ്റെ ആത്മാവിനെ മാറാൻ ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാ, മാറിയില്ല. ഞാൻ അയക്കുന്ന അമ്പുകൾ അവൻ്റെ അടുക്കൽ എത്തുന്നില്ല, ആയുധങ്ങൾ ഫലിക്കുന്നില്ല. അതിൻ്റെ ഒന്നാമത്തെ കാരണം, അവൻ്റെ വട്ടത്തിൽ ഒരു വേലി കെട്ടിയിട്ടുണ്ട്. ഒന്നല്ല, പല 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 വേലികൾ, അല്ലെങ്കിൽ പല സ്ട്രോങ് ഹോൾഡ്സ്, പല മതിലുകൾ കെട്ടി അവനെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുക. രണ്ട്, നമ്മുടെ പാളയത്തിൽ നിന്ന് മതിലുകൾ ചെല്ലാതെ അവിടെയും അവൻ മതിലുകൾ കെട്ടിയിരിക്കുക. നമ്മുടെ സൈഡിൽ നിന്നുള്ള ക്രമീകരണം നമ്മൾ ചെയ്തേ മതിയാകും. മനുഷ്യനെ സ്വാധീനിച്ചു വച്ചിരിക്കുന്ന മാനസിക പ്രശ്നങ്ങളിൽ നിന്നും സ്വഭാവ വൈകല്യങ്ങളിൽ നിന്നും സഭ വിടുതൽ പ്രാപിച്ചേ പറ്റൂ. എങ്കിൽ മാത്രമേ ഇവിടെ നിന്നൊരമ്പ് ശത്രുവിന് നേരെ ചെല്ലത്തുള്ളൂ. ഞാൻ ഉണർവുകളെക്കുറിച്ച് പലതിനെക്കുറിച്ച് എടുത്തിട്ടും എനിക്ക് തോന്നുന്നത് ബാംഗ്ലൂരിൽ നമുക്ക് ലഭിച്ചതുപോലെ ഒരു ഉണർവ് വേറെ ആർക്കും ഞാൻ കണ്ടില്ല. ചുരുങ്ങിയ വർഷം കൊണ്ട് 1000 മടങ്ങായി സഭയെ വളർത്തുവാൻ ദൈവത്തിന് തിരികിതമായി. പക്ഷെ വേറെങ്ങും ഞാനത് കണ്ടില്ല. ഞാൻ കേട്ടതനുസരിച്ച്, അല്ലെങ്കിൽ ഡയറക്റ്റ്ലി കേട്ടതും വിശ്വസിച്ചതും അനുസരിച്ച്, പോളിയോങ്കുച്ചവൻ്റെ ചർച്ചിൽ ശക്തിയേറിയ ഒരു വളർച്ച നടന്നു. ഒരു വളർച്ച നടക്കണമെങ്കിൽ സാമ്പത്തികം അതിൻ്റെ ഒരു ഭാഗമാണ്. മുൻപിൽ നിൽക്കുന്ന നേതാക്കന്മാരുടെ കഴിവ് അതിനകത്തൊരു ഭാഗമാണ്. യോഗിച്ചവൻ്റെ കഴിവ് ഒരു കഴിവുമില്ല എന്നൊരു മനുഷ്യൻ. ബുദ്ധമതത്തിൽ നിന്നും യേശുക്രിസ്തുവിലേക്ക് വന്ന ഒരു മനുഷ്യൻ, ബൈബിൾ ഒരു പ്രാവശ്യം പോലും വായിച്ചിട്ടില്ലാത്ത ഒരു മനുഷ്യൻ, തൻ്റെ സാമ്പത്തിക സ്ഥിതി കൊറിയൻ യുദ്ധം കഴിഞ്ഞ് ഭക്ഷിക്കാൻ ഒന്നുമില്ലാത്തതുകൊണ്ട് ചാണകപ്പുഴുവിനെയും, കുണ്ടളപ്പുഴുവെന്നും ചാണകപ്പുഴുവെന്നും പറയും, അതിനെ വരത്തിന്ന് ജീവിക്കാൻ ഒരു മാർഗവുമില്ലാതെ ഏറ്റവും ശൂന്യതയിൽ കിടന്ന ഒരാൾ, ഇരിക്കാൻ ഒരു ടേബിളോ വെച്ചെഴുതാൻ ഒരു മേശയോ ഇല്ലാതിരുന്ന മനുഷ്യൻ. ഒരു ദിവസം ഒരു ദൈവപ്രത്യക്ഷത ഉണ്ടായി. തന്നോട് ചോദിച്ചു, നിനക്ക് എന്തോ വേണമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു കസേര ഡിമാൻഡ് ചെയ്തില്ല. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇരിക്കാൻ ഒരു ബെഞ്ച് വേണം, കാരണം ഒരു കസേര വാങ്ങിക്കാൻ എനിക്ക് ഒക്കുമെന്ന് തോന്നിയില്ല. ദൈവത്തോട് പറഞ്ഞ്, എനിക്ക് വെച്ചെഴുതാൻ ഒരു ഡെസ്ക് വേണം, ഒരു മേശ വാങ്ങിക്കാൻ ഒക്കുമെന്ന് അദ്ദേഹത്തിന് തോന്നിയില്ല. അതായിരുന്നു തൻ്റെ സ്ഥിതി. ആ സ്ഥിതിയിൽ നിന്ന് 6 പേരെ ദൈവം കൊടുത്തു. 6 പേരിൽ നിന്ന് 10 ലക്ഷമായി സഭയെ വളർത്തിയെങ്കിൽ ഞാൻ എൻ്റെ സഭയെ പണിയും. അതൊരു ഭയങ്കര വളർച്ചയാണ്. ഇന്ത്യയുടെ സാഹചര്യത്തിൽ കൃപയാൽ ദൈവം നമ്മളെയും വളർത്തി. പക്ഷെ പലതിലും ഉണർവെന്ന് പേരുണ്ടെങ്കിലും അങ്ങനെയൊന്നും ഞാൻ കാണുന്നില്ല. ഉണരുവാൻ, വളരുവാൻ കഴിഞ്ഞതിൻ്റെ പിമ്പിൽ ഒരൊറ്റ കൽപ്പനയാണ്. ഞാൻ പറഞ്ഞു, നമ്മുടെ പാളയം ക്ലിയർ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ പാളയത്തിൽ നിന്ന് ശത്രുവിന് നേരെ ഒരമ്പ് ചെല്ലുന്നത്. ശത്രുവിൻ്റെ കോട്ടകളെ പൊളിക്കുന്നത് എങ്ങനെയാണ് അത് നമ്മൾ പറഞ്ഞു. ശത്രുവിൻ്റെ ആയുധങ്ങൾ നമുക്ക് ഫലിക്കാതെ ഇരിക്കുവാൻ ദൈവം നമുക്ക് ചുറ്റും ഒരു മതിൽ കെട്ടിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് രാവിലെ വരെ കൊണ്ട് ഞാൻ കവർ ചെയ്തത്. ഇനിയും യേശുവിൻ്റെ കൽപ്പനയായിരുന്നു, ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. പുതിയ നിയമത്തിലെ യുദ്ധഭീഷണിയായി യേശു മുഴക്കിയതിതാ. 2 യുദ്ധഭീഷണികൾ വേദപുസ്തകത്തിൽ പ്രധാനമായിട്ടുമുണ്ട് മാനവചരിത്രത്തിൽ. ഒന്നാമത്തെ യുദ്ധഭീഷണി പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ യേശു മുഴക്കിയതാണ്, സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ തകർക്കും. യുദ്ധം പ്രഖ്യാപിച്ചത് നിത്യനായ ദൈവമാണെങ്കിലും പിശാച് മിണ്ടാതിരുന്നില്ല. അവൻ്റെ കഴിവിൻ്റെ പരമാവധി അവൻ ആഞ്ഞടിച്ചെങ്കിലും പിശാചിൻ്റെ തലയെ തകർക്കുവാൻ സ്ത്രീയുടെ സന്തതിയായി യേശു ജനിച്ചു. ഇതിൻ്റെ കണ്ടിന്യൂവേഷനാണ് രണ്ടാമത്തെ പ്രസ്താവന. യേശു പറഞ്ഞത്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെയും ജയിക്കത്തില്ല. ഒന്നാമത്തെ പ്രസ്താവനയിൽ സ്ത്രീയുടെ സന്തതിയായി യേശു ജനിക്കുകയും, സ്ത്രീയുടെ സന്തതിയായി ജനിക്കുന്ന യേശുവിനെ ഞാൻ ഇന്നലെ പല പേരുകൾ പറഞ്ഞു. 1, സ്ത്രീയുടെ സന്തതി. 2, ആ പിന്തുടർച്ചാവകാശം അബ്രഹാമിന് ലഭിച്ചതിനാൽ അബ്രഹാമിൻ്റെ സന്തതി. അബ്രഹാമിൽ നിന്ന് അത് ദാവീദിങ്കൽ വന്നതിനാൽ ദാവീദിൻ്റെ സന്തതി.
ഒടുവിൽ സ്ത്രീയുടെ സന്തതി എന്നിങ്ങനെ യേശുവിനെ സ്വയം വിശേഷിപ്പിച്ചു. അങ്ങനെ ഒരാൾ ഉണ്ടാകാതെ ഇരിക്കുവാൻ, ജനിക്കാതെ ഇരിക്കുവാൻ ഒരുപാട് പണികൾ പിശാച് ചെയ്തു. ഞാൻ ഒരിക്കലും ഇവിടെ ക്ലാസ് എടുത്ത കൂട്ടത്തിൽ ദൈവപ്രവൃത്തിയെ തടസ്സപ്പെടുത്താൻ വേണ്ടി ലോകവും പിശാചും ചെയ്യുന്ന പലതിനെയും കുറിച്ച് ഞാൻ പറഞ്ഞു. എത്ര നാളായെന്ന് ഞാൻ ഓർക്കുന്നില്ല, കുറഞ്ഞാലും 2 വർഷത്തിന് മുമ്പേ ഒരു സൺഡേ സർവീസിൽ വെച്ച് ഞാൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു, കർത്താവായ യേശു ക്രിസ്തു രാജാവായി വീണ്ടും വരുമെന്നും യെരുശലേമിൻ്റെ കിഴക്കേ വാതിലിലൂടെ യെരുശലേം പട്ടണത്തിൻ്റെ അകത്ത് പ്രവേശിക്കുമെന്നുമുള്ളത് ദൈവവചനത്തിൻ്റെ പ്രവചനമാണ്. ഏത് വാതിലൂടെ കടക്കുമെന്ന് വരെ വളരെ വ്യക്തമാണ്. കിഴക്കേ വാതിലിലൂടെയാണ് കടക്കേണ്ടത്. ഒരു രാജാവ്, അദ്ദേഹത്തിന് വേദപുസ്തകം അറിയാം, വേദപുസ്തകത്തിൻ്റെ തത്വങ്ങളും പ്രമാണങ്ങളും അറിയാം. അദ്ദേഹം പറഞ്ഞു, ദൈവപുത്രനായി അവതരിച്ച യേശു രാജാവായി വന്നാലും പട്ടണത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ, ഞാൻ കിഴക്കേ വാതിലിനെ ഒന്നുകൂടെ തൊടാം, പട്ടണത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ തനിക്ക് തൻ്റേതായ ചില നിഗമനങ്ങളുണ്ട്, തീരുമാനങ്ങളുണ്ട്. ഒരിക്കലും ഒരു മഹാപുരോഹിതൻ അല്ലെങ്കിൽ ദൈവപുത്രൻ ഒരു ശവക്കല്ലറയ്ക്കകത്തോടെ നടക്കത്തില്ല. അങ്ങനെ യേശു ഒരിക്കൽ വന്ന് ഭരണം ഏറ്റെടുക്കുകയാണെങ്കിൽ കിഴക്കേ വാതിലിലൂടെ മാത്രമേ കയറത്തുള്ളൂ. അത് വളരെ ഉറപ്പാണ്. അതുകൊണ്ട് കിഴക്കേ വാതിലിലൂടെ അകത്ത് കയറാതിരിക്കാൻ ആ രാജാവ്, ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് മറന്നുപോയി, യെരുശലേമിൻ്റെ കിഴക്കേ വാതിലിൻ്റെ ഫ്രണ്ടിൽ ഒരു ഭയങ്കര ശവക്കല്ലറ ഉണ്ടാക്കി. ഒരുപാട് ശവങ്ങൾ അവിടെ കൊണ്ടടക്കി. യേശു മടങ്ങി വരികയാണെങ്കിലും മഹാരാജാവായി താൻ ഇങ്ങോട്ട് കയറത്തില്ല. കാര്യം ശവക്കല്ലറയിൽ കാലി ചവിട്ടി ഒരു രാജാവ് വരത്തില്ല, അല്ലെങ്കിൽ വരത്തില്ല. അതുകൊണ്ട് കിഴക്ക് വശത്ത് ഈ ശവക്കല്ലറ വെക്കാൻ പറഞ്ഞു. ഒരു ഭയങ്കര പോരാണ്. പക്ഷെ അതുകൊണ്ട് എസെക്കിയേൽ പ്രവാചകൻ നേരത്തെ തന്നെ പറഞ്ഞു, ഈ വരുന്നതിന് മുന്നമേ, യേശുവിൻ്റെ വരവിന് മുന്നമേ ഞാൻ എൻ്റെ മലകളോട് കൽപ്പിക്കും, അതെല്ലാം കൂടെ ഒന്ന് കുലുങ്ങും. ഒരൊറ്റ ഭൂകമ്പമുണ്ടാകും. ആ ഭൂകമ്പത്തിൽ ഈ ഉണ്ടാക്കിയിരിക്കുന്ന കല്ലറകൾ മുഴുവനും താണുപോകും. ദൈവത്തിൻ്റെ യുദ്ധപ്രഖ്യാപനം, അതിനുള്ള പ്രതിരോധം. ആ പ്രതിരോധത്തിന് പകരമായി ദൈവം ചെയ്യുന്നത് കൗണ്ടർ മെഷേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ട്. സ്ത്രീയുടെ സന്തതിയായി യേശു ജനിക്കും എന്ന് പറഞ്ഞതിനെ തുടർന്ന് സ്ത്രീയെ മലിനമാക്കുവാൻ പിശാച് തീരുമാനിച്ചു. ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ നിന്നും സ്വരൂപത്തിൽ നിന്നും വീഴിച്ചു. ഏറ്റവും കൂടുതൽ അറ്റാക്ക് ഉണ്ടായത് സ്ത്രീക്കാണ്, പുരുഷനേക്കാൾ കൂടുതൽ. പക്ഷേ കൊള്ളാവുന്ന ഒരു സ്ത്രീയെ ദൈവം തിരഞ്ഞെടുത്തു. ഒരു ദിവസം ദൈവം അബ്രഹാമിനെ തിരഞ്ഞെടുത്തേച്ച് പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കുക. ഞാൻ ഒന്നാമത്തെ ആത്മയുദ്ധത്തിൻ്റെ കണ്ണികളാണ് തൊടുന്നത്. അബ്രഹാമിനെ തിരഞ്ഞെടുത്തേച്ച് പറഞ്ഞു, നിൻ്റെ സന്തതിയിൽ എൻ്റെ മകൻ ജനിക്കും, നിൻ്റെ വംശത്തിൽ എൻ്റെ മകൻ ജനിക്കും. അബ്രഹാമിൻ്റെ ഭാര്യയായ സാറയെ വന്ധിയാക്കി. ഞാൻ പറഞ്ഞല്ലോ, സ്ത്രീകളോടാണ് പോരാട്ടം കൂടുതലുള്ളത്. സാറയെ വന്ധിയാക്കി. മാത്രമല്ല, ഒരു അന്യപുരുഷൻ്റെ കൂടെ അന്തി ഉറങ്ങത്തക്കവണ്ണം അബ്രഹാമിൻ്റെ ഭാര്യയെ അന്യപുരുഷന് വേണ്ടി നിയമിച്ചു കൊടുത്തു. അബ്രഹാമിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ട് ഒരു ദിവസം ദൂതനിറങ്ങി ആ സ്ത്രീയെ വിടുവിച്ചു. തനിക്കൊരു മകൻ ജനിച്ചു. അതായിരുന്നു ഇസഹാക്ക്. ഇസഹാക്കിൻ്റെ ഭാര്യയുടെ പുറകെയും സാത്താൻ കൂടി. ഇതേ പ്രശ്നം ഇസഹാക്കിനും. 1, ഇസഹാക്കിൻ്റെ ഭാര്യയെ വന്ധിയാക്കി. 2, ഇസഹാക്കിൻ്റെ ഭാര്യയെ ഒരു അന്യപുരുഷൻ്റെ കൂടെ അന്തി ഉറക്കുമാറാക്കി. ഇതിനെല്ലാം ദൈവം പാപമോചനം കൊടുത്തു, ദൈവം വിടുതൽ കൊടുത്തു. സഭ മുന്നോട്ട് വന്നു. യാക്കോബിൻ്റെ കാലമായപ്പോഴത്തേക്ക് ആകപ്പാടെ പ്രയാസമായി. യാക്കോബിൻ്റെ സ്വഭാവത്തെ മലിനമാക്കി. യാക്കോബ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ കള്ളൻ, കബളിപ്പിക്കുന്നവൻ എന്നാണ്. ഇവനിലൂടെ വിശുദ്ധ സന്തതി ജനിക്കത്തില്ല എന്നവൻ വിധി എഴുതി. ഞാൻ പടിപടിയായിട്ട് ഇനി അതങ്ങോട്ട് തൊടുന്നില്ല. ഇങ്ങനെ വന്നപ്പോഴാണ് ഒരു ദിവസം അപ്രോക്സിമേറ്റ് കണക്കനുസരിച്ച് BC 4 സെപ്റ്റംബർ മാസത്തിൻ്റെ ആദ്യത്തെ ആഴ്ചയിൽ കന്യകയായിരുന്ന മറിയയുടെ അടുക്കൽ ഹെബ്രിയേൽ എന്ന മാലാഖ പ്രത്യക്ഷപ്പെട്ടു. എന്തുകൊണ്ടാണ് BC 4 ഉദ്ദേശം സെപ്റ്റംബർ എന്ന് ഞാൻ പറഞ്ഞത്? സഭയിൽ പൊതുവെ അംഗീകരിക്കുന്ന കണക്കല്ലത്. പക്ഷേ യേശുവിൻ്റെ ജനനം BC 4 എന്ന് വിശ്വസിക്കുന്നു. BC 4 യേശുവിൻ്റെ ജനനം. അന്നത്തെ കണക്ക് കൂട്ടലിൽ യേശുവിൻ്റെ ജനനം മുതൽ ഇങ്ങോട്ട് കണക്ക് കൂട്ടിയെങ്കിലും സത്യത്തിൽ യേശു ജനിച്ചത് BC 4. സെപ്റ്റംബറിൻ്റെ കണക്ക് വന്നത് എന്തുകൊണ്ടാണ്? യേശുവിൻ്റെ ജനന സമയം ഒരു വറവുകാലത്തായിരുന്നു. കാര്യം, രാജാക്കന്മാർ ആളുകൾ കൂട്ടത്തോടുകൂടെ വന്ന് യെരുശലേമിൽ പാർത്ത് അവരുടെ സെൻസസ് കൊടുക്കാൻ ആവശ്യപ്പെട്ടത് ഒരിക്കലും തണുപ്പ് കാലത്തല്ല. മാത്രവുമല്ല, ഇടയന്മാർ ആടിനെ കാവൽ കാത്തുകൊണ്ട് വെളിയിൽ പാർക്കുന്ന കാലമായിരുന്നു. അത് വറവുകാലമാണ്, ചൂടുകാലമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ചൂടുകാലത്ത് ജനിക്കണമെങ്കിൽ 9 മാസത്തിന് ശേഷമാണല്ലോ ജനിക്കേണ്ടത്. സെപ്റ്റംബറിൽ കൺസീവ് ചെയ്തേ പറ്റൂ. ഈ കണക്ക് കൂട്ടിയാണ് ഏറെക്കുറെ ഒരു നിഗമനത്തിൽ വരുന്നത്. BC 4 സെപ്റ്റംബറിൽ
മറിയയുടെ അടുക്കലെത്തി. ആരും പ്രതീക്ഷിക്കാത്തിരുന്ന ഒരു പെൺകുട്ടിയെ സ്വർഗം തിരഞ്ഞെടുത്തു. ഇന്ന് പകൽ ഞാൻ പറഞ്ഞായിരുന്നു, ചിലരുടെ നെറ്റിക്ക് ചില എഴുത്തുണ്ട്. അബ്രഹാമിൻ്റെ നെറ്റിക്ക് ഒരു എഴുത്തുണ്ട്, ദൈവത്തിൻ്റെ സ്നേഹിതൻ. അത് വേറെങ്ങും പരസ്യപ്പെടുത്തിയതല്ല. അബ്രഹാമിൻ്റെ നെറ്റിക്ക് വേറൊരു എഴുത്തുണ്ട്, ബഹുജാതികൾക്ക് പിതാവ്. സാറയുടെ നെറ്റിക്കൊരു എഴുത്തുണ്ട്, ബഹുജാതികൾക്ക് മാതാവ്. വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിൻ്റെ നെറ്റിക്കൊരു എഴുത്തുണ്ട്, പിതാവിൻ്റെ നാമവും കുഞ്ഞാടിൻ്റെ നാമവും അവരുടെ നെറ്റിമേൽ എഴുതിയിരിക്കുന്നു. പിശാചിന് വായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും മറ്റാർക്കും കാണാൻ സാധിച്ചില്ലെങ്കിലും മറിയയുടെ നെറ്റിക്കൊരു എഴുത്തുണ്ടായിരുന്നു. ഒരു വിശുദ്ധ സ്ത്രീയായി ഇവൾ വരികയും ഇവളിലൂടെ യേശു ജനിക്കുകയും ചെയ്യും. യേശു ജനിച്ച ശേഷവും യേശുവിനെ ഒതുക്കിക്കളയുവാൻ, തീർത്ത് കളയുവാൻ പിശാച് ആവുന്നത് ശ്രമിച്ചു. പക്ഷെ ഒരു ദിവസം ദൂതൻ ഇറങ്ങി ഒരു പ്രഖ്യാപനം നടത്തി, നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തു എന്ന രക്ഷിതാവ് ദാവീദിൻ്റെ പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നു. പഴയ നിയമത്തിലെ എതിർപ്പുകളെ മുഴുവനും അതിൽ ഒരുപാടുണ്ട്, വിശദീകരിക്കാൻ ഒക്കത്തിൽ ഒരു ദിവസം കൊണ്ട്. പഴയ നിയമത്തിലെ എതിർപ്പുകളെ മുഴുവനും തീരുമാനിച്ചുകൊണ്ട് ഏദൻ്റെ മണ്ണിൽ മുഴങ്ങിയ ശബ്ദം നിവർത്തീകരിച്ചു. യേശു ജനിച്ചു, യേശു മരിച്ചു, യേശു ഉയർത്തെഴുന്നേറ്റു. പുതിയ നിയമത്തിൽ യേശു ഈ പ്രസ്താവനയെ തുടർന്ന് തൻ്റെ യുദ്ധപ്രഖ്യാപനം തുടരുകയാണ്. യേശു പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും. ദൈവം ഒരു ദൈവസഭയെ പണിയുവാൻ വേണ്ടി തീരുമാനിക്കുകയും അതിനുവേണ്ടി ഇസ്രയേലിനെ മാതൃകാ സഭയായി തിരഞ്ഞെടുക്കുകയും ചെയ്തതോടെ 100 വീഴ്ചകൾ ഇസ്രയേലിൻ്റെ ചരിത്രത്തിലുണ്ടാക്കി. ഇതെല്ലാം ഉണ്ടാക്കിയെങ്കിലും തൻ്റെ സഭയെ പണിയുകയും യേശു ജനിക്കുകയും ചെയ്തതുപോലെ യേശു വിളിച്ചു പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അന്നേരത്തും എതിർത്തു നിൽക്കും. ആത്മയുദ്ധമുണ്ട്. എന്നാൽ ആത്മയുദ്ധത്തിൽ പരാജയപ്പെടുകയില്ല, ആത്മയുദ്ധത്തിൽ ജയിച്ചിരിക്കും. ഇവിടെ ഞാൻ രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിൽ നിന്ന് ഒരു സംഭവം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. ഏലീശ പ്രവാചകൻ പ്രവചന ശുശ്രൂഷ നടത്തുന്ന കാലത്ത് ഇസ്രയേലും ശത്രുരാജാക്കന്മാരുമായി ഒരു യുദ്ധമുണ്ടായി. ആ ശത്രുരാജാക്കന്മാരുമായുള്ള യുദ്ധത്തിൽ ഇസ്രയേൽ പാളയത്തിൽ കുടിക്കാൻ വെള്ളമില്ലാതെയായ ഒരു കാലമുണ്ട്. അന്ന് പ്രവാചകൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞ, യജമാനനെ, ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ല. പ്രവാചകൻ പറഞ്ഞ വാചകം, ആദ്യത്തെ വാചകങ്ങൾ കേട്ട നെഗറ്റീവാണെന്ന് തോന്നും. നിങ്ങൾ മഴ കാണത്തില്ല, കാറ്റും കാണത്തില്ല, അതിൻ്റെ അർത്ഥം നിങ്ങൾ വെള്ളം കുടിക്കാതെ ചാകുമെന്നല്ല. ഈ താഴ്വരയിൽ മുഴുവനും കുഴികൾ കുഴിക്കുക, ഈ താഴ്വരയിൽ മുഴുവനും കുഴികൾ കുഴിക്കുക, ഈ കുഴികൾ മുഴുവനും വെള്ളം കൊണ്ട് നിറയും. ഒരിടത്ത് കുഴികൾ മുഴുവനും എന്ന് പറഞ്ഞെങ്കിൽ പൊതുവിൽ എഴുതിയിരിക്കുന്നത് താഴ്വര മുഴുവനും വെള്ളം കൊണ്ട് നിറയും. പുതിയ നിയമത്തിൽ ഒരു ഉണർവിന് വേണ്ടി നാം പ്രതീക്ഷിക്കുന്നു. 2024 ഒരു ഉണർവിന് വേണ്ടി പ്രതീക്ഷിക്കുന്നു. എവിടെയാണ് ഉണർവ് നടക്കേണ്ടത്? ബഥേലിലാണോ? ബഥേലിൻ്റെ കുഴി ബഥേൽ കുഴിക്കുക. അടുത്ത സഭയുടെ കുഴി അവർ കുഴിക്കട്ടെ. ഓരോ കുഴികളും നിറയുന്നതോടെ താഴ്വര വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കും. ഉണർവിന് വേണ്ടി കാത്തിരിക്കുന്ന, പ്രാർത്ഥിക്കുന്ന 1000 സഭകൾ ഭൂമിയിലാകമാനം ഇന്നുണ്ട്. ഇന്ന് രാവിലത്തെ സെക്ഷനിൽ ഞാനന്ന് എടുത്തോർമ്മിപ്പിച്ചു, സ്ട്രോങ് ഹോൾസ് ഇടിച്ചുകൊണ്ട് ലോകവ്യാപകമായി പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നതും ദൈവപ്രവർത്തികൾ നടക്കുന്നതും ഞാനും നിങ്ങളും കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ നാം കുഴിക്കുന്ന കുഴിയിലും വെള്ളം നിറയും. നമ്മളിവിടെ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾക്കകത്തും നമ്മളിവിടെ എടുക്കുന്ന ചുവടുകൾക്കകത്തും ദൈവസാന്നിധ്യം വെളിപ്പെടും. ഈ താഴ്വര മുഴുവനും കുഴികൾ കൊണ്ട് നിറയ്ക്കുക. ഈ കുഴികളിൽ മുഴുവനും വെള്ളം നിറയും. അതിനെ തുടർന്ന് ഈ താഴ്വര മുഴുവനും വെള്ളത്താൽ നിറയും. ആരുടെ കുഴിയിൽ വെള്ളം വന്നുവെന്നോ ആരുടെ കുഴിയിൽ വെള്ളം വന്നില്ലെന്നോ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഞാൻ എൻ്റെ കുഴിയിൽ വെള്ളം ഉണ്ടാകേണ്ടതിന് കുഴി കുഴിക്കുക. ഈ ഒരാശയത്തിൽ എൻ്റെ അടുത്തിരിക്കുന്നയാൾ ചെയ്യുന്നോ ഇല്ലയോ എന്ന് നോക്കുന്നത് എൻ്റെ പണിയല്ല. പക്ഷെ ഞാൻ കർത്താവിന് വേണ്ടി ചെയ്യുക, എൻ്റെ സഭ കർത്താവിന് വേണ്ടി ചെയ്യുക. ഈ കുഴി നിറയും, അടുത്ത കുഴിയും ദൈവം നിറച്ചോളും, താഴ്വര മുഴുവനും നിറഞ്ഞിരിക്കും. ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന് പറഞ്ഞ കർത്താവായ യേശു ക്രിസ്തു മത്തായിയുടെ സുവിശേഷം 16:18 ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന് പറഞ്ഞത്. അതിനുവേണ്ടി യേശു എന്തെല്ലാം ചെയ്തു? ഞാൻ ഒരുപാട് പ്രാവശ്യം ചർച്ചയിൽ എടുത്തിട്ടുള്ള ഒരു പോർഷൻ ആയതുകൊണ്ട് അല്പം സ്പീഡിൽ പോവാം. പക്ഷേ വ്യക്തതയിൽ അത് വിശദീകരിച്ചേ പോകത്തുള്ളൂ. അല്പം സ്പീഡിലായിരിക്കും. നമ്മളത് പഠിക്കാനാണല്ലോ ഇന്നിവിടെ ഇരിക്കുന്നത്. അതിനുവേണ്ടി എന്തെല്ലാം ചെയ്തു? 1, പിശാചിൻ്റെ തലയെ തകർത്തു. 2, കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ സാത്താനെ കൊണ്ട് ആയുധം താഴെ വെപ്പിച്ചു. യേശു ആദ്യമായി ചെയ്തത് പിശാചിനെ കൊണ്ട് ആയുധം താഴെ വെപ്പിച്ചു. ഞാൻ പറഞ്ഞു, അവനെ നമ്മൾ എയ്യുന്ന അസ്ത്രങ്ങൾ അവൻ്റെ ദേഹത്ത് കൊള്ളാതെ വണ്ണം, അവൻ്റെ അടുക്കൽ എത്താതെ വണ്ണം അവൻ്റെ വട്ടത്തിൽ അനേക വലയങ്ങൾ അവൻ സൃഷ്ടിച്ചു.
2, നമ്മുടെ പാളയത്തിൽ നിന്ന് ഒരമ്പ് വെളിയിലോട്ട് പോകാതെ, ഒരായുധം വെളിയിലോട്ട് പോകാതിരിക്കേണ്ടതിന് നമ്മുടെ പാളയത്തിൽ അതിൻ്റെ വട്ടത്തിൽ വൻമതിൽ സൃഷ്ടിച്ച് അവൻ്റെ ആയുധം ഇങ്ങോട്ട് കയറാം, പക്ഷെ നമ്മുടെ ആയുധം വെളിയിലോട്ട് ഫലിക്കാതെ വേണം സഭയെ നിർവീര്യമാക്കി. ആ പദമൊക്കെ പറയുന്നത്, ഞാൻ ഒരിക്കൽ പരിശുദ്ധാത്മാവ് എന്നോട് ഇസ്രായേൽ കന്യകയെക്കുറിച്ച് ഒരു വിലാപഗീതം ചൊല്ലുക എന്നൊരാശയം പറഞ്ഞു. ദൈവസഭയെക്കുറിച്ചൊരു വിലാപഗീതം ചൊല്ലാണ്. യെരമ്യാവൊക്കെ വിലാപഗീതം ചൊല്ലി. അതാണ് ലമൻറ്റേഷൻ, ബുക്ക് ഓഫ് ലമൻറ്റേഷൻ. അത് വിലാപങ്ങളുടെ പുസ്തകം യെരമ്യാവ് എഴുതുക. ഇതുപോലെ ഒരിക്കൽ ഒരു 2-3 വർഷത്തിന് മുമ്പാണ് സഭയെക്കുറിച്ചൊരു വിലാപഗീതം ചൊല്ലുവാൻ കർത്താവിനോട് പറഞ്ഞു. ഞാനന്നൊരു മെസ്സേജ് ഇവിടെ പറഞ്ഞേച്ച് ഞാൻ പറഞ്ഞു, എനിക്ക് പദങ്ങൾ എടുത്തു പറയാൻ പ്രയാസമാ. കാര്യം അതുപോലെ കട്ടിയുള്ള പദങ്ങൾ ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ ഇട്ടു തന്നു. അതൊരു ശാപമായി എനിക്ക് തന്നെ മാറരുത്. അതുകൊണ്ട് ആ പദങ്ങൾ ഞാൻ പറയുന്നില്ല. പകരം ദൈവം അതിന് സഭയ്ക്ക് ഒരു വിടുതൽ കൊടുക്കുവാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. നമ്മൾ അന്നും പ്രാർത്ഥിച്ചു, ഇന്നും പ്രാർത്ഥിക്കുന്നു. ദൈവസഭയ്ക്ക് ദോഷം ചെയ്യുമാറ് ശത്രു സഭയുടെ വട്ടത്തിൽ നാം ഉണ്ടാക്കുന്ന ആയുധങ്ങൾ ഫലിക്കാതിരിക്കുവാൻ അതിനെ അകത്തു തന്നെ ബ്ലോക്ക് ചെയ്തു. ഈ ബിഷപ്പ് ടി.ഡി. ജെയ്ക്സ് ഒരിക്കൽ വിളിച്ചു പറഞ്ഞൊരു പദം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ബിഷപ്പ് ടി.ഡി. ജെയ്ക്സ് പറഞ്ഞു, ഓരോ ഞായറാഴ്ചയും രാവിലെ നരകത്തിൽ നിന്ന് ഓരോ ബസ്സുകൾ പിശാച് എല്ലാ സഭയിലേക്കും അയക്കും. സഭയെന്ന് പറഞ്ഞാൽ പ്രയോജനപ്പെടുന്ന സഭകൾ, എല്ലാ സഭകളിലേക്കും പിശാച് ഓരോ ബസ് അയക്കും. സഭാ പാസ്റ്റർമാരുടെ പണിയാണ് ഇതിനകത്ത് വേണ്ടാത്തത് പറഞ്ഞ് ഈ ബസ്സിൽ ആൾ കയറ്റി നരകത്തിൽ അയക്കുന്നത്. റെയ്നാഡ് ബോങ്കെ പറയുമായിരുന്നു, സ്വർഗം നിറയ്ക്കേണ്ടതിന്, നരകം കാലിയാക്കേണ്ടതിന് ഞാൻ ആളുകളെ ഇങ്ങോട്ട് പിടിക്കുക. പക്ഷെ പിശാചിനുള്ളവർ പറഞ്ഞു, സ്വർഗം കാലിയാക്കി നരകം നിറയ്ക്കേണ്ടതിന് ആളുകളെ അങ്ങോട്ട് അയക്കുക. പാതാള ഗോപുരവുമായി ഒരു യുദ്ധം നടക്കും എന്ന് യേശുവിനറിയാം. ഇതറിഞ്ഞുകൊണ്ടാണ് യേശു പറഞ്ഞത്, പാതാള ഗോപുരങ്ങൾ ജയിക്കത്തില്ല. അതുകൊണ്ട് ചെയ്തതെന്ത്? നമ്പർ 1, പിശാചിനെ കൊണ്ട് ആയുധം താഴെ വെപ്പിച്ചു. നിങ്ങൾക്കെതിരാളിയായി നിൽക്കുന്ന പിശാചിൻ്റെ കയ്യിലുള്ള ആയുധങ്ങൾ വീണ്ടും എൻ്റെ കർത്താവ് തത്വത്തിൽ പിടിച്ചു താഴെ ഇടുവാൻ ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാം. നാളെ ഉച്ചകൊണ്ട് ആ പ്രാർത്ഥന കംപ്ലീറ്റ് ചെയ്യും. എനിക്കെതിരെ ഉപയോഗിക്കുവാൻ, നിങ്ങൾക്കെതിരെ ഉപയോഗിക്കുവാൻ സാത്താൻ വെച്ചിരുന്ന സകല ആയുധപ്പുരയും എൻ്റെ കർത്താവ് പൂട്ടി. ഒരു യുദ്ധം നടക്കുമ്പോൾ ആദ്യമായി സംഭവിക്കുന്നത് ശത്രുവിൻ്റെ ആയുധപ്പുരയും ശത്രുവിൻ്റെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും മൊത്തം നശിപ്പിക്കുകയായിരിക്കും നമ്മുടെ ജോലി. എനിക്കറിഞ്ഞുകൂടാ എത്രയെന്ന് അതിനെക്കുറിച്ച് പരിചയമുണ്ടെന്ന്. ഞാൻ പറഞ്ഞു, ഞാനൊരു ഡബിൾ വേർഡ് സോൾജിയർ ആയതുകൊണ്ട് കർത്താവിന് വേണ്ടിയും ലോകത്തിനു വേണ്ടിയും ഒരുപോലെ യുദ്ധം ചെയ്യുവാൻ കർത്താവ് കൃപ തന്നതുകൊണ്ട് ആ യുദ്ധരംഗങ്ങളിൽ ചിലത് അറിയാവുന്ന പലരും ഇവിടെ ഉണ്ട്. ഞാനൊന്ന് തൊടാൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു യുദ്ധമുണ്ടായാൽ, ഇന്ത്യയും ചൈനയും തമ്മിലൊരു യുദ്ധമുണ്ടായാൽ, 2 രാജ്യത്തെയും തൊടേണ്ട, നമ്മുടെ അയൽ രാജ്യമല്ല വിട്ടേക്കാൻ, ഇന്ത്യയും ജപ്പാനും തമ്മിലൊരു യുദ്ധം ഉണ്ടായാൽ ഇന്ത്യ ആദ്യം ശ്രമിക്കുന്നത് ജപ്പാൻ്റെ ജപ്പാൻ്റെ ആർമറികൾ നശിപ്പിക്കുക, അവൻ്റെ ആയുധ ഡിപ്പാർട്ട്മെൻറ്റ് നശിപ്പിക്കുക. രണ്ടാമതായി ചെയ്യുന്നത് അവരുടെ പെട്രോൾ ടാങ്കുകൾക്ക് തീയിടുക. എന്തുകൊണ്ട്? നാളെ പെട്രോൾ ടാങ്കിനകത്തുള്ള പെട്രോൾ ഈ രാജ്യത്തിന് വിരോധമായി വരരുത്. ക്രിസ്ത്യാനിക്കെതിരെ എല്ലാ മണ്ഡലത്തിലും അറ്റാക്ക് നടക്കും. അതിൽ ഒന്നാമത്തേത് നമ്മുടെ ആയുധപ്പുര അവൻ നശിപ്പിക്കുക. അവൻ്റെ ആയുധപ്പുര അങ്ങോട്ട് നശിപ്പിക്കുകയാണ് ദൈവത്തിൻ്റെ പണി. 2, നമുക്ക് ലഭിക്കേണ്ടതായ നന്മകൾ അല്ലെങ്കിൽ പെട്രോളിയം തീയിട്ടുക. എന്തുകൊണ്ട് തീയിടുന്നു? ഇതിനകത്തൊന്ന് പെട്രോൾ അങ്ങോട്ട് ഉപയോഗിക്കരുത്. സഭകളിൽ നടക്കുന്ന, പ്രത്യേകിച്ചും ക്രിസ്തീയ സഭകളിൽ നടക്കുന്ന ഹ്യൂജ് എമൗണ്ട് ഓഫ് ലോസസ്, സാമ്പത്തികത്തിൽ ആ ഭയങ്കര നഷ്ടം എന്തുകൊണ്ട് ഉണ്ടാക്കുന്നു? ഈ പണം സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഉപയോഗിക്കരുത്, അതുകൊണ്ട് തിന്നുകളയണം. എത്രയോ വാഹനങ്ങൾ വാങ്ങിച്ച് ആവശ്യമില്ലാതെ കളയുന്നു. എത്രയോ കൃത്രിമ പണികൾ നടത്തി കെട്ടിടങ്ങൾ ഉണ്ടാക്കി വെക്കുന്നു ആളില്ലാതെ. നിങ്ങളുടെ റവന്യൂ പിശാച് ബോംബ് ചെയ്യരുത്. ഞാൻ ഈ ചെരുപ്പ് എടുക്കരുത് എന്നുള്ളതും എടുക്കാമെന്നുള്ളതും എനിക്കൊന്ന് കഴിഞ്ഞ ഒരു ദിവസം നടന്നൊരു കോട്ടേജ് മീറ്റിങ്ങിനകത്ത് തൊട്ടതാണ്. ഒരിക്കലൊരു ആർഗ്യുമെൻ്റ് ഉണ്ടായപ്പോൾ ഒരാൾ ചോദിച്ചു, ഒരു സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്ന ചെരുപ്പാകാം വടിയും എടുക്കാമെന്നാണ്, വേറൊരു സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത് ചെരുപ്പും വടിയും അരുതെന്നാണ്. ഇതിലേത് സുവിശേഷത്തെ പറയുന്നതാണ് ശരി? ഒന്ന് മത്തായിലാണ്, മറ്റേത് ലൂക്കോസിലും കണ്ട. 2 കിടപ്പുണ്ട്, 2 2ആയിട്ട് എഴുതിയിരിക്കുന്നത്. എനിക്ക് സത്യത്തിൽ ഇതിൻ്റെ ആൻസർ അറിയാൻ വയ്യായിരുന്നു. എൻ്റെ കൂടെ അന്ന് വന്നിരുന്നയാൾ ഒരു ഇംഗ്ലീഷ് കിങ് ജെയിംസ് വെർഷൻ ബൈബിളാണ് കൊണ്ടുവന്നത്. എൻ്റെ മലയാളം ബൈബിളായിരുന്നു.
ഒരാൾ മുഖത്ത് നോക്കി ഒരു ചോദ്യം ചോദിച്ചു, വേദപുസ്തകം അക്ഷരപ്രകാരം വിശ്വസിക്കാൻ കൊള്ളുമെന്ന് നിങ്ങൾ പഠിപ്പിക്കുന്നു, പറ, ചെരുപ്പെടുക്കാമോ വടിയെടുക്കാമോ? ആകാം എന്നൊരു സുവിശേഷത്തിൽ പറഞ്ഞു, അരുത് എന്ന് വേറൊരു സുവിശേഷത്തിൽ പറഞ്ഞു. അങ്ങനെ തന്നെ അയാൾ പറഞ്ഞ് ശരിയാണോ എന്നറിയാൻ ഞാൻ എൻ്റെ മലയാളം ബൈബിൾ എടുത്ത് നോക്കിയപ്പോൾ വളരെ കറക്റ്റാണ്. എൻ്റെ കൂടെ വന്നിരുന്ന ആൾ ഇംഗ്ലീഷ് കിങ് ജെയിംസ് വെർഷനാണ് ബൈബിൾ കൊണ്ടുവന്നിരുന്നത്. അദ്ദേഹം എടുത്തു നോക്കിയപ്പോൾ ചെരുപ്പും വടിയും അരുത് എന്ന് പറഞ്ഞിരിക്കുന്നിടത്ത് ഷൂസും അടിക്കാനുള്ള വടിയും, അതിനെ സ്റ്റിക്കെന്നാണ് വിളിക്കുന്നത്, എടുക്കരുതെന്നാണ്. ഇട്ടോളാൻ പറഞ്ഞെടുത്ത് എടുത്തു പറഞ്ഞിട്ടുണ്ട് ഷൂസിന് പകരം സാൻഡൽസ് ഇട്ടോണം. അടിക്കാനുള്ള വടി എടുക്കരുത്, കുത്തി നടക്കാനുള്ള വടി എടുക്കാം. നിനക്ക് ചെരുപ്പിടരുതെന്നല്ല, പക്ഷെ ലളിതമായിരിക്കണം. നിന്നെ വലിയ 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 ഹൈ പ്രയോറിറ്റിയിൽ കാണരുത്. നിൻ്റെ റവന്യൂ കർത്താവിന് വേണ്ടി ഉപയോഗിക്കണം. ഒരുപാട് കാര്യങ്ങളുണ്ട്. പിശാചിനെ കൊണ്ട് ആയുധം താഴെ വെപ്പിച്ചു. ഞാനിതിൻ്റെ പുറകെ പോയെങ്കിൽ മാത്രമേ ഈ ആയുധം എനിക്കെതിരെ ഉപയോഗിക്കാൻ പിശാചിന് കഴിയത്തുള്ളൂ. ഇത് കഴിയാതിരിക്കേണ്ടതിന് അവനെ കൊണ്ട് ആയുധം ക്രൂശിൽ താഴെ വെപ്പിച്ചു. ക്രിസ്ത്യ മണ്ഡലത്തിൽ ഒരു പൊതു പ്രസ്താവന നടക്കാറുണ്ട്. പ്രത്യേകിച്ചും പ്രോസ്പെരിറ്റി ഗോസ്പലുകാർ പറയാറുണ്ട്, നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ അംബാസഡറാണ്. ഒന്ന് ശ്രദ്ധിക്കണേ, ഞാനിതൊരു 10 വർഷത്തിന് മുമ്പ് പറഞ്ഞതാണ്. നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ അംബാസഡേഴ്സാണ്. അപ്പോൾ ഒരു അംബാസഡർ ഹൈ സ്റ്റാൻഡേർഡിലേ നടക്കത്തുള്ളൂ. അതുകൊണ്ട് സ്വർഗത്തിൻ്റെ മാതൃകയ്ക്ക് ഒത്തവണ്ണം, മാനദണ്ഡത്തിനൊത്തവണ്ണം ഏറ്റവും നല്ല വില കൂടിയ വസ്ത്രം, ഏറ്റവും വില കൂടിയ വീട്, ഏറ്റവും വില കൂടിയ കാറ്, ഇങ്ങനെയാണ് കാര്യം. സ്വർഗത്തിൻ്റെ അംബാസഡറാണ്. ഈ അംബാസഡർ എന്നുള്ള പദം ഉപയോഗിക്കുന്ന പൗലോസ് അപ്പോസ്തലനാണ്. പൗലോസ് അപ്പോസ്തലൻ അഗ്രിപ്പാവിൻ്റെ മുമ്പിൽ കെട്ടപ്പെട്ടവനായി നിന്നേച്ചു പറഞ്ഞു, എൻ്റെ യജമാനനായ ചക്രവർത്തിയായ രാജാവ് അത് യേശുവായിരുന്നു. കെട്ടപ്പെട്ടവനായി പീലാത്തോസിൻ്റെ മുമ്പിൽ നിന്നെങ്കിൽ അവൻ്റെ അംബാസഡറായ ഞാൻ കെട്ടപ്പെട്ടവനായി ചക്രവർത്തിയെ നിൻ്റെ മുമ്പിൽ നിൽക്കുക. എൻ്റെ ബന്ധനമാണ് എന്നെ അംബാസഡറാക്കി മാറ്റുന്നത്, എൻ്റെ ധാർഷ്ട്യമല്ല. പിശാചിൻ്റെ ആയുധങ്ങൾ ഓരോന്ന് ഞാൻ ഒരു മണ്ഡലത്തിൽ നിന്നോട് തൊടുകയാണ്, സകല ആയുധങ്ങളും താഴെ വെപ്പിച്ചു. യേശു പറഞ്ഞു, നിങ്ങൾ പോകുമ്പോൾ 2 ഉടുപ്പെടുക്കരുത്, നിങ്ങൾ ഷൂസ് ഇടരുത്, കാലിൽ ചപ്പലിടണം. ഞാൻ ദീർഘകാലം ചപ്പലിട്ടു, പക്ഷെ ഇന്ന് എനിക്കത് ഒക്കാത്ത ഒരു സാഹചര്യത്തിൽ വന്നു. ശരീരത്തിൻ്റെ സ്ഥിതിഗതികൾ മാറിയുണ്ട്. ഞാൻ ഷൂസായിട്ട് എത്ര നാളായി? 5 വർഷം, 5 കാണുകയില്ല. അതുവരെ ഞാൻ ചപ്പല ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് യേശുവിൻ്റെ കൽപ്പന കൊണ്ടൊന്നുമല്ല, ലളിത ജീവിതത്തോടുള്ള താല്പര്യം കൊണ്ട് മാത്രമാണ്. നിങ്ങൾ പോകുമ്പോൾ ഡു നോട്ട് വിയർ എ ഷൂ, ഇൻസ്റ്റഡ് പുട്ട് ഓൺ യുവർ ചപ്പൽ. ചപ്പൽ എന്ന പദമല്ല ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, സാൻഡൽസ്. യൂസ് യുവർ സാൻഡൽസ്. നിങ്ങൾക്ക് ലളിത ജീവിതം വേണം, പ്രൊട്ടക്റ്റീവ് ലൈഫ് ആവശ്യമാണ്. പിശാച് നിങ്ങളെ ഇത് തോൽപ്പിക്കാൻ വരുന്ന ഇടത്ത് അവനെക്കൊണ്ട് ഞാൻ ആയുധം താഴെ വെപ്പിച്ചു. ഞാൻ ഇൻസ്ട്രക്ഷൻ എൻ്റെ ജനത്തിന് തന്നു. ഇനി അവൻ നിങ്ങൾക്കെതിരെ ഉപയോഗിക്കുവാനുള്ള ആയുധങ്ങൾ അല്ലെങ്കിൽ പൈശാചിക ആയുധങ്ങൾ ഞാൻ അവനെക്കൊണ്ട് താഴെ വെപ്പിക്കുക. അതുകൊണ്ട് യേശു പറഞ്ഞു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരികയാണ്. യേശു നിയമവും മാറ്റി. ഞാൻ താഴോട്ട് വരികയാണ്. യേശു ദൈവത്തിൻ്റെ സഭയെ പണിയുവാൻ വേണ്ടി, ഇവിടെ ഞാൻ ഒരു കാര്യം കൂടി ഒന്ന് ഓർമ്മിപ്പിച്ചേക്കാം. സ്റ്റാൻഡേർഡായ ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയിൽ പണിതിട്ടുള്ള സഭകൾ മുഴുവനും ആവറേജ് ആളുകൾക്ക് നിരക്കുന്നതാണ്. സൊഫിസ്റ്റിക്കേറ്റഡ് അല്ല, ആവറേജ് ആളുകൾക്ക് നിരക്കുന്നതാണ്. ഞാൻ ഏറ്റവും അധികം KP യോഹന്നാനെ ബഹുമാനിച്ച ഒരു പോയിൻ്റ് അതാണ്. അദ്ദേഹം ഉപദേശത്തിൽ തെറ്റി വിശ്വാസത്തിൽ വീണു, അതെല്ലാം ഒരു സൈഡാണ്. അതുകൊണ്ട് വിധി പറയാൻ ഞാൻ ആരും അല്ലെങ്കിലും ആ മാതൃക പിന്തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ വേറൊരു വശം ഞാൻ ഓർക്കുന്നുണ്ട്. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിർബന്ധമായി ഞങ്ങളെ വിളിച്ചുകൊണ്ടുപോയി. ഞാൻ പോകാതിരിക്കാനാവുന്നത് ശ്രമിച്ചു. എനിക്ക് പോകാൻ താല്പര്യമില്ലായിരുന്നു, എനിക്ക് ഒക്കുന്ന ഒരു സാഹചര്യമല്ലായിരുന്നു. ഏർലി മോർണിംഗ് ഇവിടുന്ന് കാറെടുത്ത്, ഒരു അംബാസഡർ കാറ്, മെറ്റഡോറിൻ്റെ എൻജിൻ കയറ്റി ഒരു അംബാസഡർ കാറിൽ AC ഇല്ല, ഒന്നുമില്ല, ഭയങ്കര ചൂടാണ്. ഇതിലിരുന്ന് ഓടിച്ചാണ് ഞാൻ തിരുവല്ല വരെ ചെല്ലുന്നത്. വെളുപ്പിന് ഏർലി മോർണിംഗ് ഇവിടുന്ന് ഇറങ്ങി. അന്ന് തന്നെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ബെയിൽ ഓർഡറും കൊണ്ടാണ് ഞാൻ പോകുന്നത്. ബെയിൽ ഓർഡറുമായി തിരുവല്ലയിലെത്തി. അന്ന് വൈകിട്ടത്തെ കൺവെൻഷൻ പ്രസംഗിക്കാനാണ്. എങ്ങനെയെങ്കിലും ഒന്ന് പ്രസംഗിച്ച് തീർത്തേച്ച് വീട്ടിൽ പോയി കിടന്നൊന്ന് ഉറങ്ങണമെന്നുള്ളതാണ് എൻ്റെ ചിന്ത. അന്നേരത്താണ് ഡോക്ടർ KP യോഹന്നാൻ വന്ന് വിളിക്കുന്നത്. എൻ്റെ ഓഫീസിൽ കയറാതെ പോകാനൊക്കത്തില്ല. ഞാൻ പറഞ്ഞു, സാറേ ഞാൻ വരത്തില്ല, ഞാൻ രാവിലെ മുതൽ കാർ ഓടിക്കുകയാണ്. ഞാൻ വല്ലത് വിഷമിച്ചു. ബാംഗ്ലൂരിൽ നിന്ന് ഓൾറെഡി ഓടിച്ചു വരിക. ഇന്ന് റോഡുകൾ നല്ലതാണ്, കാറുകൾ നല്ലതാണ്, ഓടിക്കാൻ അറിയാവുന്നവരുണ്ട്. എനിക്ക് ഓടിക്കാനും അറിയത്തില്ല, റോഡും അഴുക്കുക, കാറും അഴുക്കുക. ഇതാണ് എൻ്റെ സാഹചര്യം. അതുകൊണ്ട് വല്ലതെ ടയർഡാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ വിടത്തില്ല, നീ കാർ വിഴിഞ്ഞ് തന്നേക്ക്, നിൻ്റെ കാർ നിൻ്റെ വീട്ടിൽ കൊണ്ടുതരാം.
നല്ല കാറിൽ നിന്നെ കൊണ്ടുവിടാം, പക്ഷേ എൻ്റെ ഓഫീസിൽ വന്ന് അവിടെ ഒരു കൊച്ചു മീറ്റിംഗ് ഉണ്ട്, അതിനകത്ത് നിങ്ങൾ ഭാര്യയും ഭർത്താവും കൂടെ വന്ന് ഒന്ന് സംസാരിച്ച് വെച്ചേ പോകാവൂ. ഞാനവിടെ ചെന്നു. അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ ക്രമീകരണങ്ങൾ ഞാൻ കണ്ടു. ഹൈ ലക്ഷറിയസായ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്. ഭയങ്കര ലക്ഷറിയിലുണ്ടാക്കിയ നല്ലൊരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്. അതിനകത്ത് എല്ലാ ഫർണിച്ചറും എവറിതിങ് ഈസ് പെർഫെക്റ്റ്. എന്നോട് പറഞ്ഞ് രാത്രി പോകണമെന്നില്ല, ഇവിടെ താമസിക്കുക, രാവിലെ വീട്ടിൽ കൊണ്ടുവിടാം. ഞാൻ പറഞ്ഞില്ല, വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് രാത്രി വരുമെന്ന്, അതുകൊണ്ട് പോകണം. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഓഫീസിലേക്ക് എന്നെ വിളിച്ചുകൊണ്ടുപോയി. ഒരു സ്റ്റീൽ ചെയറും ഫോൾഡിങ് കസേരയും ഫോൾഡിങ് ചെയറും എല്ലാം സ്റ്റീൽ കൊണ്ടുള്ളതാ, ഒരു സഞ്ചിയും തൂക്കിയിട്ടുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ ഒരു ധനിക ജീവിതത്തിന് വേണ്ടി, ലക്ഷറി ലൈഫിന് വേണ്ടി അല്ല ഇറങ്ങിയത്. അദ്ദേഹം സുവിശേഷ വേലയിൽ പ്രയോജനപ്പെട്ട ആ കാലമാണ്. ഞാൻ ഇറങ്ങിയത് അതിനു വേണ്ടിയല്ല, വരുന്നവരെ മാനിക്കുക, അതിനുവേണ്ടി എനിക്ക് ഗസ്റ്റ് ഹൗസ് ഉണ്ട്, ഗസ്റ്റ് റൂംസ് ഉണ്ട്, എല്ലാ ഫർണിച്ചറും ഉണ്ട്. പക്ഷേ എൻ്റെ ലൈഫ് ഇതാണ്, ഇതും കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. ഖദറിൻ്റെ ഉടുപ്പ് വിട്ട്. അതെ, കർത്താവ് ഒരു ക്ലിയർ കട്ട് ഇൻസ്ട്രക്ഷൻ തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു, നിങ്ങളിങ്ങനെ ആയിരിക്കണം. ഇനി അവൻ ഉപയോഗിക്കാൻ പോകുന്ന ശക്തിയുള്ള പല ആയുധങ്ങളുമുണ്ട്, അതിനെയെല്ലാം കർത്താവ് നിർവീര്യമാക്കി. എന്നിട്ട് പറഞ്ഞു, സാത്താൻ മിന്നൽ പോലെ ആകാശത്തുനിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. അതെവിടെ, ഞാൻ ആ ഭാഗങ്ങളെല്ലാം തൊട്ടോളാം. വീഴുന്നത് ഞാൻ കണ്ടു. പാമ്പുകളെയും തേളുകളെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നു. അത് ഒരു കാലത്തും നിങ്ങൾക്കൊരു ദോഷവും വരുത്തത്തില്ല. നിന്റെ ശത്രു ഉപയോഗിക്കുന്ന ആയുധങ്ങൾ നിനക്കെതിരെ ഫലിക്കാതെ വണ്ണം അതിനെ താഴ്ത്തുവാൻ എനിക്ക് കഴിയും. ഞാനിത് പറയുന്ന ഇടത്ത് ഈ ദൂത് വിളിച്ചു പറയുന്ന എനിക്ക് ആയുധം ഫലിക്കത്തില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, ഫലിക്കരുത്, അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നാൽ ഒരു കോൺട്രഡിക്ഷൻ പോയിൻ്റ് ഉണ്ട്, ഞാൻ ആ പോയിൻറ്റും കൂടെ പറഞ്ഞേക്കാം. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരായുധവും ഫലിക്കയില്ല എന്ന് ദൂത് പറഞ്ഞത് ആരാന്നറിയാവൂ? യെശയ്യാ പ്രവാചകനാണ്. യെശയ്യാ പ്രവാചകനാണ് എഴുതി വെച്ചത്, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരു ആയുധവും ഫലിക്കയില്ല. യെശയ്യാവ് എങ്ങനെ മരിച്ചതെന്നറിയാമോ? വാളുകൊണ്ട് വെട്ടിക്കൊല്ലുമായിരുന്നു. യെശയ്യാവാണ് എഴുതി വെച്ചത്, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരായുധവും ഫലിക്കയില്ല. പക്ഷേ യെശയ്യാ പ്രവാചകനെ വാളുകൊണ്ട് വെട്ടിക്കൊന്നു. മറ്റുള്ളവരെ രക്ഷിക്കുവാൻ വേണ്ടി ഇറങ്ങി വന്ന യേശു തന്നെത്താൻ രക്ഷിക്കാൻ നിന്നില്ല. അത് മറ്റുള്ളവർക്കുള്ള ദൂത, തൻ്റെ കാര്യമല്ല. യെശയ്യാവിൻ്റെ ആ ദൂത് എന്നെ 1000 പ്രാവശ്യം ബലപ്പെടുത്തി. ഞാൻ മുഖേന പലരോടും അത് പറയുവാനും ഈ ദൂത് അനേകരെ ബലപ്പെടുത്തുവാനും കാരണമായി. യെശയ്യാവേ, അങ്ങയ്ക്കല്ലിത് ബാധകം, ഇത് കേൾക്കുന്നവനാ ബാധകം. ഇതുപോലെ യേശു പാമ്പുകളെയും തേളുകളെയും ചവിട്ടുവാനും പിശാചിൻ്റെ ആയുധങ്ങളെ നിർവീര്യമാക്കുവാനും തീരുമാനിച്ചു. അവനെ കൊണ്ട് ആയുധം താഴെ വെപ്പിച്ചു. കൊലോസ്യ ലേഖനം 2:14 സാത്താനെ കൊണ്ട് ആയുധം താഴെ വെപ്പിച്ചു. ഇനിയും യേശു നമ്മെ അധികാരം ഏൽപ്പിച്ചു. ആത്മയുദ്ധത്തിൽ ജയിക്കുവാൻ, പാതാളഗോപുരങ്ങൾ ജയിക്കാതെ ഇരിക്കണമെങ്കിൽ യുദ്ധം ചെയ്യാൻ നിൽക്കുന്ന ഞാനും നിങ്ങളുമാണ് യുദ്ധം ചെയ്യാൻ നിൽക്കുന്നത്. നമ്മളെയാണ് യോദ്ധാക്കന്മാരായി തിരഞ്ഞെടുത്തത്. നമ്മളെ ഒരു നിയമം മാറ്റി അധികാരം തന്നു. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ യേശു പിന്നെയും അവരോട്, നിങ്ങൾക്ക് സമാധാനം, പിതാവിനെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നുവെന്ന് പറഞ്ഞു. ഇത് ഭയങ്കര കട്ടിയുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. പിതാവിനെ അയച്ചതുപോലെ പിതാവ് ഭൂമിയിലേക്ക് അയച്ചു. ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിച്ച പിതാവിൻ്റെ ശബ്ദത്തിൻ്റെ മുമ്പിൽ അടിയനെ അയക്കണമേ, അടിയൻ പോകാമെന്ന് പറഞ്ഞ യേശുവിനെ പിതാവ് ഭൂമിയിലേക്ക് അയച്ചു. സകലത്തിൻ്റെ മേലും അധികാരം കൊടുത്തുകൊണ്ട്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ പുറപ്പെടുക. ഈ വലിയ അധികാരവുമായിട്ട് യേശു ഇറങ്ങി വന്നു, പറഞ്ഞു, പിതാവ് എന്നെ അയച്ചതാ. യേശു പറഞ്ഞു, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുക. നിങ്ങൾക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ആയുധം ഫലിക്കയില്ല എന്ന് യെശയ്യാവിനെ കൊണ്ട് പ്രവചിപ്പിച്ചു. സാത്താനെ മിന്നൽ പോലെ തറയിൽ ഞാൻ തള്ളിയിട്ടു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങളെ അധികാരപ്പെടുത്തി. പിതാവിനെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുകയാണ്. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട്, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ. ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ പദം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വിശദീകരിച്ചിട്ട് കുറഞ്ഞാൽ 20 വർഷമായിട്ടുണ്ട്. വിശദീകരിച്ചിട്ട് പല പ്രാവശ്യം തൊട്ടിട്ടുണ്ട്. ഇന്ന് അല്പമായിട്ടൊന്ന് വിശദീകരിക്കാം. മെയിൻ ലൈൻ ചർച്ചുകളിൽ അവിടെയും ഇവിടെയും ചില പുരോഹിതന്മാർ പാപങ്ങൾ മോചിക്കുന്ന പതിവുണ്ട്. നിൻ്റെ പാപങ്ങൾ മോചിക്കുന്നു. ഏറ്റവും കൂടുതൽ പ്രമുഖമായി പാപങ്ങൾ മോചിക്കേണ്ടതിന് പാപമോചന ചീട്ട് എഴുതി വിറ്റ ഒരു കാലമുണ്ട്. റോമൻ കത്തോലിക്ക സഭയിൽ
പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സീനിയർ ബിഷപ്പ്, ഒക്കുമെങ്കിൽ പോപ്പ് സൈൻ ചെയ്ത ഒരു സ്ലിപ്പ് വിൽക്കുകയും ആ സ്ലിപ്പ് വാങ്ങിച്ചു കൊണ്ടുവന്ന് മരിച്ചുപോയ ആളിൻ്റെ വാ തുറന്ന് നാക്കിൻ്റെ അടിയിലിട്ട് കുഴിച്ചിടുകയും ചെയ്ത കാലമുണ്ട്. കാര്യം ഇതാണ് വാക്യം: ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കും. പക്ഷേ യേശു പറഞ്ഞത് അതല്ല. പുരോഹിതന്മാരാരുടെയും പാപം മോചിച്ച ചരിത്രം ബൈബിളിലില്ല. പകരം പാപമോചനത്തിൻ്റെ പൊതുപ്രമാണം കൊടുക്കുവാൻ യേശു തൻ്റെ ശിഷ്യന്മാരെ നിയമിച്ചു. യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ ആത്മാവിനെ പ്രാപിക്കുക. എൻ്റെ ആത്മാവിനെ പ്രാപിച്ച ശേഷം പാപങ്ങൾ മോചിക്കുവാൻ നിങ്ങൾക്ക് കഴിയും. ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുമോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കും. അപ്പോസ്തലന്മാരുടെ അടുക്കൽ നിങ്ങൾ പറഞ്ഞതൊന്നും എനിക്ക് ഭവിക്കാതെ ഇരിപ്പാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നും പറഞ്ഞ് പാപമോചനത്തിനു വേണ്ടി അപേക്ഷയുമായി ചെന്നവരുണ്ട്. ശിമോൻ വളരെ പണം കൊണ്ട് കൊടുത്തേച്ച് പറഞ്ഞു, നിങ്ങളുടെ അധികാരം എനിക്കും കൂടെ തരണം. പത്രോസ് പറഞ്ഞത്, ദൈവത്തിൻ്റെ ദാനം പണത്തിന് വാങ്ങാമെന്ന് വിചാരിച്ച് നിൻ്റെ പണം നിന്നോടുകൂടെ നശിച്ചു പോകട്ടെ, ഇത് നടക്കുന്ന കാര്യമല്ല. പിന്നെ നിൻ്റെ പാപം മോചിക്കാൻ എനിക്കൊക്കത്തില്ല. നീ മാനസാന്തരപ്പെട്ട് ദൈവത്തോട് അപേക്ഷിക്ക്, ഒരു പക്ഷയിൽ ക്ഷമിച്ചു കിട്ടും. പിന്നെ എവിടെയാണ് പാപം മോചിക്കാനുള്ള അധികാരം ഉണ്ടായത്? എവിടെയാണ് പാപമോചനം നടന്നത്? ഞാൻ പല രംഗങ്ങളായി അത് തൊടുക, പല പടികളായി തൊടുക. പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് വന്ന ഉടനെ ഞങ്ങൾ എന്തു വേണം എന്ന് ജനത്തിൻ്റെ ഇടയിൽ നിന്നൊരു ചോദ്യമുണ്ടായി. കഴിഞ്ഞ രാത്രിയിലും തൊട്ടതുപോലെ മനുഷ്യൻ്റെ 3-ാം വീഴ്ചയ്ക്ക് ശേഷം മനുഷ്യനെ ജാതികൾക്കായി വിറ്റ് കളഞ്ഞ് വീണുപോയ ദൂതന്മാരുടെ കയ്യിൽ കൊടുത്ത് തോന്നിയതുപോലെ പൊക്കോ, എനിക്ക് നിങ്ങളെ വേണ്ട, എന്നാൽ നിങ്ങളുടെ വീണ്ടെടുപ്പിൻ്റെ സമയം വരെ നിങ്ങൾ പൊയ്ക്കോ എന്ന് പറഞ്ഞു വിട്ട മനുഷ്യനെ തിരികെ വീണ്ടെടുക്കേണ്ടതിന് പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവിനെ പകർന്നു. അന്ന് അപ്പോസ്തലന്മാർ ചേർന്ന് പത്രോസ് 11 പേരോട് കൂടെ എഴുന്നേറ്റ് നിന്ന് 12 അപ്പോസ്തലന്മാരും ഒന്നിച്ചു ചേർന്ന് ഒരു വിധി പ്രഖ്യാപിച്ചു. നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റ് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷ, സ്നാനം, പരിശുദ്ധാത്മാവ്, വേർപാട്, ഈ 4 ഉപദേശങ്ങൾ ഒരുമിച്ച് കൊടുത്തു. അതാണ് പാപമോചനത്തിൻ്റെ പ്രമാണം. ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുമോ, ഇത് ചെയ്തവൻ്റെ പാപങ്ങൾ മോചിച്ചു, അവന് മോചിക്കപ്പെട്ടു. അല്ലാത്തവൻ്റെ പാപം നിൽക്കുന്നു. നമ്മൾ അങ്ങേറ്റം ആത്മീയരാ. സ്വർഗത്തിൽ പോവുകയാണ്, നീ സ്വർഗത്തിൽ താമസിക്കേണ്ട വീട് തണ്ട് ഇതാണെന്നും പറഞ്ഞ് വീട് കൊണ്ട് കാണിച്ചവർ വരെ ഇന്ത്യയിലുണ്ട്. പക്ഷെ അതിൽ ചിലരുടെ മരണസമയത്ത് പരിശുദ്ധാത്മാവ് വീണ്ടും ഇടപെട്ടു, നീ നരകത്തിലോട്ടാണ് പോകുന്നത് പറഞ്ഞത് എനിക്ക് നേരെ അറിയാം. എന്തുകൊണ്ടാണ് എനിക്കിതൊക്കെ അറിയാമാകുന്നത്? വേദപുസ്തകത്തിൽ ദൈവത്തിന് പൊതുവെ ഒരു പ്രമാണമുണ്ട്: എറിയുന്നവൻ്റെ കയ്യിലേ കല്ല് കൊടുക്കത്തുള്ളൂ. ഞാനൊരുത്തനെ എറിയുന്നവനാണെങ്കിൽ മാത്രമേ എൻ്റെ കയ്യിൽ കല്ല് തരത്തുള്ളൂ. ദൈവത്തിൻ്റെ ആയുധം ഉപയോഗിക്കാത്ത ഒരുത്തൻ്റെ കൊടുത്താൽ അത് ചുമ്മാതിരുന്ന് പോകേയുള്ളൂ. ലഭിക്കുന്നത് പറയേണ്ട സമയത്ത് പറയുന്ന പതിവുള്ളതുകൊണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഒരാൾ എന്നെ വിളിച്ചു. ഒത്തിരിയൊക്കെ കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യണം എന്നൊരാശയത്തിലാണ് പുള്ളി എന്നോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, ബ്രദറെ, ഇത്രയും നാളൊക്കെ കർത്താവിന് വേണ്ടി ഓടിയിട്ട് ഇനി ഞാൻ കോംപ്രമൈസ് ചെയ്യാനോ? അത് നടക്കുന്നതല്ല. അപ്പം എന്നോട് പറഞ്ഞു, ഞങ്ങൾ 2 പേര് അങ്ങോട്ട് വരുന്നുണ്ട്, പ്രമുഖരായ 2 പേര് അമേരിക്കയിലൊന്ന് വ്യക്തിപരമായി സംസാരിക്കാൻ വേണ്ടി. ഞാൻ പറഞ്ഞു, നിങ്ങൾ ദയവ് ചെയ്ത് വാ, വരുന്നത് എപ്പോഴാണെന്ന് ഇച്ചിരി മുമ്പേ പറയണം, ഞാൻ നിങ്ങളെ അങ്ങേയറ്റം ബഹുമാനിക്കും. പക്ഷേ കോംപ്രമൈസ് ചെയ്യുന്ന കാര്യം നടക്കുകയില്ല. കാര്യം ഞാൻ എന്തിനാണ് വെറുതെ നരകത്തിൽ പോകുന്നത്? അവിടൊപ്പം വേറെ ആളുണ്ടല്ലോ, നിങ്ങൾ പോവും, ഞാൻ വരുന്നില്ല. എനിക്ക് ദൈവത്തോടുകൂടെ ഇരിക്കണം. കാര്യം ദൈവത്തിൻ്റെ പ്രമാണത്തിൽ നിന്ന് താഴോട്ട് പോയാൽ അത് അംഗീകൃതമല്ല എന്നെനിക്കറിയാം. യേശു പറഞ്ഞു, പാമ്പുകളെയും തേളുകളെയും ഞാൻ നിങ്ങളുടെ മുമ്പിലോട്ട് ഇടുകയാണ്, അതിനെ ചവിട്ടാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരികയാണ്. ഞാൻ നിയമങ്ങൾ ആകപ്പാടെ തിരുത്തി കുറിക്കുക. ഒരു പുതിയ നിയമത്തിന് ദൈവം എന്നെ വിധേയനാക്കി. ഒരു പുതിയ നിയമം ഞങ്ങൾക്ക് തന്നു. യെരമ്യാവിൻ്റെ പ്രവചനത്തിൽ പറയുമ്പോൾ, ജാതികൾക്ക് ന്യായകർത്താവായി നിന്നെ ആക്കിയിരിക്കുക, ഞാൻ നിന്നെ ജാതികളുടെ നിയമമാക്കി. ഞാൻ ഏത് വാക്യമാണെന്ന് കറക്റ്റ് ഓർക്കുന്നില്ല. ഞാൻ നിന്നെ ജാതികളുടെ നിയമമാക്കി. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ, ഇത് ചെയ്യാൻ നിനക്ക് എന്ത് അധികാരം? ഞാൻ തിരിച്ചു പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആ ജാതികളുടെ നിയമം, അതുകൊണ്ട് ഇതെൻ്റെ അധികാരമാണ്. ഞാൻ ആ ജാതികളുടെ നിയമം. അങ്ങനെ കർത്താവ് പറഞ്ഞ്, ഞാൻ നിന്നെ ജാതികൾക്ക് നിയമമാക്കി വെച്ചു. അങ്ങനെ നിയമം നടത്തിയിടത്ത് നടന്നിട്ടുണ്ടോ? ഉണ്ട്. അത് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ദൈവം നമുക്കൊരു പുതിയ അധികാരം തന്നു. ദൈവം നമ്മെ നിയമമാക്കി വെച്ചു.
പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടാൻ ഒരു അധികാരം തന്നു. അവനെ കൊണ്ട് ആയുധം താഴെ വെപ്പിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, നീ സർവായുധവർഗം ധരിക്ക്. ഇവിടെ ഒരു മിനിറ്റ്, ചില മിനിറ്റുകൾ എടുത്തേ പറ്റത്തുള്ളൂ. നീ സർവായുധവർഗം ധരിക്കുക, നീ സർവായുധവർഗവുമായി പോകുക. നമ്മുടെ ആയുധവർഗങ്ങൾ പണ്ടത്തേതിനേക്കാൾ ബലവത്തായിരിക്കണം. ഓരോ വർഷം കഴിയും തോറും പൈശാചിക ബലം വർദ്ധിച്ചു വരിക. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ കോടാനു കോടി പൈശാചിക ശക്തികൾ ഒരു വർഷം കൂടെ അവൻ്റെ എക്സ്പീരിയൻസ് കൂടുക, ഒരു വർഷം കൂടെ അവൻ്റെ പരിചയം കൂടുക. എന്നെയും നിങ്ങളെയും പോലെയുള്ള 10,000-ങ്ങളെ തോൽപ്പിച്ച പരിചയം അവൻ ഓരോ വർഷവും സമ്പാദിക്കുക. അവൻ്റെ കഴിവുകളും അറിവുകളും പരിചയവും കൂടുന്നതിനനുസരിച്ച് അന്നുള്ള ദൈവസഭ ആ ലെവലിൽ വളർന്നേ മതിയാകൂ. അവനോട് യുദ്ധം ചെയ്യുവാൻ അടുത്ത പടിയിലേക്ക് നമ്മൾ ഉയർന്നേ മതിയാകൂ. പണ്ട് ഒരു കൽപ്പനയ്ക്ക് കീഴടങ്ങുന്നവൻ ഇന്നൊരു കൽപ്പനയ്ക്ക് കീഴടങ്ങത്തില്ല. കാര്യം അവൻ്റെ വട്ടത്തിലൊരു മതിലുണ്ട്, അത് ഞാൻ പൊളിച്ചേ പറ്റൂ. ഇങ്ങനെ പിശാചിനെതിരെയുള്ള ആധികാരങ്ങളും ദൈവം വളർത്തിത്തരികയാണ്. എന്നിട്ട് പറഞ്ഞു, അവൻ ആയുധവും കൊണ്ട് വരുമ്പോൾ നിങ്ങൾ എൻ്റെ സർവായുധവർഗം ധരിക്കണം. എഫെസ് ലേഖനത്തിൽ കുറേ ആയുധങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് സർവായുധമാകുന്നില്ല. അതുകൊണ്ടല്ല സർവായുധം, അതിനേക്കാൾ കൂടുതലുണ്ട്. കാര്യം അതിനകത്ത് യേശുവിൻ്റെ രക്തത്തെക്കുറിച്ചൊരായുധമായി പറയുന്നേ ഇല്ല. അറിയാമോ? എഫെസ് ലേഖനത്തിനകത്ത് 6 അതെ, എഫെസ് ലേഖനം 6-ാം അധ്യായം 10 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ്. അതിനകത്ത് നമ്മെ സർവായുധവർഗം ധരിപ്പിച്ചു. സാത്താനെ ജയിക്കേണ്ടതിന് ആയുധവർഗം ധരിപ്പിച്ചു, സർവായുധവർഗം ധരിപ്പിച്ചു. ആ സർവായുധവർഗത്തിൽ യേശുവിൻ്റെ നാമം ഒരായുധമായി പറഞ്ഞിട്ടില്ല. വചനമെന്ന വാൾ എടുത്തോളാൻ പറഞ്ഞു, അതൊരായുധമാണ്. യേശുവിൻ്റെ രക്തം ഒരായുധമായി പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ സാക്ഷിയുടെ വചനം ഒരായുധമാണ്, പക്ഷേ എഫെസ് ലേഖനത്തിൽ അത് പറഞ്ഞിട്ടില്ല. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ കാണാം, അവരവനെ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായും തങ്ങളുടെ സാക്ഷ്യത്തിന് വചനം ഹേതുവായും ജയിച്ചു. ഇതെല്ലാം നമ്മുടെ ആയുധങ്ങളാണ്. എഫെസ് ലേഖനത്തിൽ കുറേ ആയുധങ്ങളെ ഒരുമിച്ച് കൂട്ടി പറഞ്ഞു. പക്ഷെ സർവായുധവർഗം അത് മാത്രമല്ല, അതെല്ലാം അതിനകത്ത് ഉൾപ്പെടും. അത് ചേർന്ന് അതിനേക്കാൾ വളരെ കൂടുതൽ സർവായുധവർഗം കർത്താവ് ധരിപ്പിച്ചു. ഞാൻ ഒരു ഉദാഹരണം കൂടെ പറയാം. പഴയ നിയമത്തിൽ ഒരിക്കൽ ഒരു പ്രവാചകനെ ദൈവം അയച്ചു വെച്ച് പറഞ്ഞ്, നീ ബേഥേലിൽ പോകണം. നമ്മുടെ ബേഥേലല്ല, അവിടുത്തെ ബേഥേൽ. നീ ബേഥേലിൽ പോകണം. അവിടെ ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി അതിൻ്റെ മുമ്പിൽ ആരാധന നടത്തുന്നുണ്ട്. നീ അവിടെ ചെന്ന് ആ യാഗപീഠത്തെ ശപിക്കണം. യാഗപീഠം പൊട്ടി അതിൽ നിന്ന് ചാരം ചോർന്നു പോകും എന്ന് നീ പറയണം. അടുത്ത പദം, നീ അവിടെ ഒന്നൊന്നും ഭക്ഷിക്കരുത്, അവിടെ ഒന്നൊന്നും കുടിക്കരുത്, നീ ഇങ്ങ് പോരണം. അദ്ദേഹത്തിന് കൊടുത്ത 2 ആയുധങ്ങളാണ്, അവിടെ നിന്നും ഭക്ഷിക്കരുത്, അവിടെ നിന്നും കുടിക്കരുത്. നീ അവിടെ പോയി യാഗപീഠത്തെ ശപിക്കണം. അദ്ദേഹം അതുപോലെ തന്നെ വന്നു, യാഗപീഠത്തെ ശപിച്ചു. ഒരു രാജാവിൻ്റെ സാന്നിധ്യത്തിലാണ് യാഗപീഠത്തെ ശപിച്ചത്. രാജാവ് യാഗപീഠത്തിൻ്റെ മേൽ യാഗം കഴിക്കുവാൻ പുരോഹിതന്മാരുമായി വന്ന് നിൽക്കുക. അയാൾ പ്രവാചകനെ പിടിക്കുവാൻ കൈ നീട്ടി. അവൻ്റെ കൈ രാജാവിൻ്റെ കൈ വരണ്ടുപോയി. പ്രവാചകൻ രക്ഷപ്പെട്ടു. പ്രവാചകനോട് ആളുകൾ ആഹാരം കഴിക്കാൻ നിർബന്ധിച്ചു. അദ്ദേഹം പറഞ്ഞില്ല, എന്നെ ഏൽപ്പിച്ച 2 പ്രത്യേക ആയുധങ്ങൾ, ഇവിടുന്ന് ഭക്ഷണം കഴിക്കരുത്, ഇവിടുന്ന് വെള്ളം കുടിക്കരുത്. ആ സമയത്താണ് പ്രായമുള്ള വയോധികനായ വേറൊരു പ്രവാചകൻ ഈ വർത്തമാനം കേട്ടത്. ഈ ചരിത്രം നിങ്ങളിൽ പലർക്കും അറിയാം. ഈ വർത്തമാനം കേട്ടത് ആ പുരോഹിതൻ, ആ പ്രവാചകൻ അദ്ദേഹത്തിൻ്റെ മക്കളെ വിളിച്ചു വെച്ച് പറഞ്ഞു, ദൈവം ഇത്രയധികം ഉപയോഗിച്ച ഒരാൾ, കല്ലുകൊണ്ട് പണിത് ഒരു യാഗപീഠത്തെ ശപിച്ചു പൊട്ടിച്ചവൻ. ഇത് തമാശല്ല. കല്ലുകൊണ്ട് നിർമ്മിച്ച ഒരു യാഗപീഠത്തെ ശപിച്ചു പൊട്ടിച്ചവൻ. ആരെങ്കിലും ഒരാൾ ഇങ്ങോട്ട് വന്ന് എന്നെ ശപിച്ചാൽ ഞാനങ്ങ് താഴെ വീണെന്നിരിക്കട്ടെ, പക്ഷേ ഈ പുൾപ്പിറ്റിനെ ശപിച്ചാൽ ഇത് പൊട്ടിക്കയറൂ? ഒരിക്കലുമില്ല. അങ്ങനെയാണെങ്കിൽ കല്ലുകൊണ്ടുണ്ടാക്കിയ ഒരു യാഗപീഠം പൊട്ടുമോ? പൊട്ടി. അതുപോലെ ദൈവം ഉപയോഗിച്ചൊരു മനുഷ്യൻ. അയാൾ നമ്മുടെ നാട്ടിൽ വന്നിട്ട് ആഹാരം കഴിക്കാതെ പോയി എന്ന് വരരുത്. അയാൾ ആ യാഗം നടത്തിയ സ്ഥലത്തുനിന്ന് ആഹാരം കഴിക്കരുതെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടായിരിക്കാം. വേണ്ട, അയാൾ കഴിക്കാതെ പോകുക. പക്ഷേ ആ മനുഷ്യനെ പട്ടിണി അയക്കരുത്, അയക്ക് ആഹാരം കൊടുക്കണം. ഈ പ്രവാചകൻ്റെ മക്കൾ ചെന്ന് വന്നു പോകുന്ന പ്രവാചകനോട് പറഞ്ഞു, ദൈവപുരുഷ, എൻ്റെ അപ്പനൊരു സീനിയർ പ്രവാചകനാണ്, വയോവൃദ്ധനായ പ്രവാചകനാണ്, നിന്നെ വിളിക്കുന്നു, വീട്ടിൽ വരണം. അദ്ദേഹം വീട്ടിൽ പോയി. അവിടെ അപ്പം എടുത്തു വെച്ചു, വെള്ളം എടുത്തു വെച്ചു. ഈ പ്രവാചകനോട് പറഞ്ഞ് കഴിക്കാൻ പറഞ്ഞു. അയാൾ പറഞ്ഞ് കഴിക്കത്തില്ല. കാരണം യഹോവ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്നെ ഏൽപ്പിച്ച പ്രത്യേക ആയുധമാണ്, ഈ സ്ഥലത്ത് നിന്ന് ആഹാരം കഴിക്കരുത്, വെള്ളം കുടിക്കരുത്. ആഹാരം കഴിക്കരുത് എന്നുള്ള ദൈവത്തിൻ്റെ ജനറൽ വ്യവസ്ഥയല്ല, ആ പർട്ടിക്കുലർ ട്രിപ്പിൽ പറഞ്ഞതാണ്. അവിടുന്ന് ആഹാരം കഴിക്കരുത്.
ഈ വലിയ പ്രവാചകൻ, അദ്ദേഹം മറ്റേയാളിൻ്റെ അപ്പൻ്റെ പ്രായമുണ്ട്. അദ്ദേഹം പറഞ്ഞു, പക്ഷെ യഹോവ എന്നോട് പറഞ്ഞു ആഹാരം കൊടുക്കാതെ നിന്നെ വിളരുതെന്ന്. അത് കള്ളം പറഞ്ഞതാണ്. യഹോവ എന്നോട് പറഞ്ഞു ആഹാരം കൊടുക്കാതെ നിന്നെ വിളരുതെന്ന്. കൊച്ചു പ്രവാചകനും ആലോചിച്ച് കാണും, ഒന്ന് വയറിൻ്റെ വിശപ്പ്, രണ്ട് ഈ യാഗപീഠത്തിൽ ശവിച്ചിടത്ത് അല്ലല്ലേ ആഹാരം കിട്ടുന്നത്, ഇത് വേറൊരിടത്താണ്, അതുകൊണ്ട് ഇവിടുന്ന് കഴിക്കാം. അദ്ദേഹം ആഹാരം കഴിച്ചു, വെള്ളം കുടിച്ചു. അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി ഒരു സിംഹം വന്ന് അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു. ദൈവം കൊടുത്ത ഒരു ആയുധമായിരുന്നു. അവിടുന്ന് ആഹാരം കഴിക്കരുത്, അവിടുന്ന് കുടിക്കരുത്. നിങ്ങൾ ഓരോ യുദ്ധത്തിന് പോകുമ്പോൾ, ഓരോ വ്യക്തികളോട് ഇടപെടാൻ പോകുമ്പോൾ, ഓരോ രോഗത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ, ഓരോ അശുദ്ധ ശക്തികളെ പുറത്താക്കുമ്പോൾ ആ രംഗത്തേക്ക് ഉപയോഗിക്കാൻ ആവശ്യമുള്ള ചില ആയുധങ്ങൾ കർത്താവ് തരും. ഇതിനെല്ലാം കൂടെ ഒരുമിച്ച് ചേർത്താണ് പറയുന്നത്, ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിക്കുക. വർഷങ്ങൾ കഴിയുന്തോറും ഇതുപോലെയുള്ള സർവായുധങ്ങൾ വർദ്ധിക്കേണ്ടതായി വരും. ഞാൻ ഇവിടുത്തെ ശുശ്രൂഷകന്മാർക്ക് ക്ലാസ് എടുക്കുന്ന കൂട്ടത്തിൽ ഇന്നെൻ്റെ ഇല്ല, ഞാൻ അന്ന് കാണിച്ചിട്ടുണ്ട്. ലക്ഷങ്ങൾ എനിക്ക് ലഭിച്ച പണം ചെക്ക് ക്യാൻസൽ ചെയ്ത് വെച്ചിരിക്കുന്നത്, ലക്ഷങ്ങൾ ഞാനിവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അത് എവിടെയാണെന്ന് ഇപ്പം ഞാൻ ഓർക്കുന്നുമില്ല. ഇവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്, ഇന്നെൻ്റെ കയ്യിലില്ല. എനിക്ക് ലഭിക്കുന്ന ചെക്കുകൾ കാര്യം പലയിടങ്ങളിൽ നിന്നും വിശ്വാസത്തിന് നിരക്കാത്തതാണ്. എൻ്റെ വേർപാടിനും എൻ്റെ വിശുദ്ധിക്കും എൻ്റെ നിലവാരത്തിനും കൊള്ളുകയില്ലാത്ത ആളുകൾ എൻ്റെ അടുത്ത് പണം കൊണ്ട് തന്നാൽ, ക്യാഷാണ് വരുന്നതെങ്കിൽ 99% ഞാൻ ആർക്കെങ്കിലും കൊടുക്കും. എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ പണം തിന്നാലും കുഴപ്പമില്ല എന്നുള്ളവരുടെ കൊടുക്കും. ഇല്ലെങ്കിൽ ഞാൻ ആ ബോക്സിനകത്ത് കൊണ്ടിടും. കുറച്ചുകൂടി അംഗീകരിക്കാവുന്നതാണെങ്കിൽ. പക്ഷെ ഞാൻ എൻ്റെ പേർക്ക് എടുക്കാറില്ല. ചെക്കാണ് തരുന്നതെങ്കിൽ ഒരു വഴക്കിനും പോകത്തില്ല, ക്യാൻസൽ ചെയ്ത് എൻ്റെ കയ്യിൽ തന്നെ വെച്ചേക്കും. കാര്യം അവരോട് വഴക്കിട്ടിട്ട് കാര്യമില്ലല്ലോ. എൻ്റെ എന്നെ അപാകത കൊണ്ടാണ് നീ വാങ്ങിക്കാത്തത്. അങ്ങനെ വാങ്ങിക്കാത്ത ശുശ്രൂഷകന്മാരുണ്ട്. വാര്യപരം യോഹിച്ചതിനെ ഞാൻ കണ്ടിട്ടുണ്ട്. തൻ്റെ വിശുദ്ധിയുടെ നിലവാരത്തിനും തൻ്റെ വേർപാടിനും കൊള്ളുകയില്ലാത്ത ഒരുത്തൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കുത്തുകൾ കണക്കിന് നോട്ടുകൾ കൊണ്ട് കൊടുത്തത് വലിച്ചെറിയുന്നത് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. നിൻ്റെ ഇന്ന് വാങ്ങിക്കാനൊക്കത്തില്ല. പിശാചി തന്നാലും വാങ്ങിച്ചോളാൻ പറയുന്നവരുണ്ട്, അത് അവരുടെ കാര്യം. ഞാൻ കുറച്ചുകൂടി ആത്മീയരുടെ കാര്യമായി എടുക്കുന്നത്. അരുതത്തത് വാങ്ങരുത് എന്നത് ഒരു പ്രത്യേക ആയുധമാണ്. അതുകൊണ്ട് നാളെ ഒരിക്കൽ തിരിഞ്ഞു നിന്നേച്ച് പറയാം, ഈ ലോകത്തിൻ്റെ പ്രഭു വരുന്നു, അവൻ എന്നോട് ഒരു കാര്യവുമില്ല, അവൻ്റെ ഒന്നും എൻ്റെ കയ്യിലില്ല. ഞാൻ കൃപയാൽ ഞാൻ സ്വതന്ത്രനാണ്. കഴിഞ്ഞ ഒരു കോൺഫറൻസിന് ഞങ്ങൾ പോകുമ്പോൾ ഞാനും ഉണ്ട്, ചിനിമയുണ്ട്. സുനിൽ പാസ്റ്റർ ഇപ്രാവശ്യം അവൻ വരുന്നതിന് മുമ്പേ, അതിന് മുമ്പിലത്തെ ഒരു കോൺഫറൻസിനാണ്. ഏതോ ഒരു സ്ഥലത്ത് ഇവിടെ ഏത് രാജ്യത്താണെന്ന് പോലും ഞാൻ ഓർക്കുന്നില്ല. അവിടെ ചെന്നപ്പോൾ ഹോട്ടലുകാർ ഞങ്ങളെ എല്ലാം മാനിക്കാനായിട്ട് ഓരോ കുപ്പി വെള്ളം തന്നു. പക്ഷെ ഞങ്ങളത് വെള്ളം എടുത്ത് ആ കുപ്പിയുടെ പുറത്ത് വായിച്ചപ്പോൾ 17% ആൽക്കഹോളുണ്ട് ഇതിനകത്ത്. ആ കുപ്പിയുടെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വന്ന് ക്രിസ്ത്യൻ കോൺഫറൻസിൻ്റെ അകത്ത് ചോദിച്ചു, ഇതിനകത്ത് 17% ആൽക്കഹോൾ ഉണ്ടല്ലോ, ഉള്ളതാണോ? കിട്ടിയ ഗിഫ്റ്റാണ്. അപ്പോൾ അതിൻ്റെ സീനിയർ ലീഡേഴ്സ് പറഞ്ഞു, കുടിച്ചോ, ഒരു കുഴപ്പമില്ല, ഞങ്ങളെല്ലാം കുടിക്കുന്നുണ്ട്. അപ്പം ഞാനും ചിന്നമ്മ പറഞ്ഞു, നമ്മുടെയും കൂടെ ഐക്യം കൊടുക്കാൻ കൊണ്ട് കുടിക്കട്ടെ, നമുക്ക് വേണ്ട. എന്നെ ദൈവം ഏൽപ്പിച്ച ചില ആയുധങ്ങൾ എൻ്റെ ഒന്ന് പെശകാൻ പാടില്ല. നിങ്ങളെ സർവ്വ ആയുധവർഗം ധരിപ്പിച്ചു. ഞാൻ ഈ സർവായുധവർഗത്തെ വീണ്ടും വിശദീകരിക്കുക. കാര്യം ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ആ ആയുധമായിരിക്കും നമ്മൾ ഉപയോഗിക്കേണ്ടത്. അത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ പിശാച് ജയിക്കും. സത്യത്തെ അരക്കി കെട്ടി കുറേ ആയുധങ്ങളെക്കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട്. ആ ആയുധങ്ങൾ ഏതാണെന്നും കൂടെ ഞാൻ പറയാം. പൗലോസ് അപ്പോസ്തലനെ പിടിച്ച് റോമൻ കാരാഗ്രഹത്തിലിട്ടിരുന്നു. റോമൻ കാരാഗ്രഹത്തിൻ്റെ മുമ്പിൽ കാരാഗ്രഹത്തിൻ്റെ പ്രമാണി ഗാർഡിനെ ആക്കിയിട്ടുണ്ട്. റോമൻ കാരാഗ്രഹത്തിൽ കാവൽ നിൽക്കുന്ന പട്ടാളക്കാരനെ നോക്കിയേച്ച് പൗലൂസിൻ്റെ ഹൃദയം കൊണ്ട് അദ്ദേഹം ചിന്തിച്ചതാണ്, ഈ ലോകത്തിൻ്റെ പട്ടാളക്കാരനെ ഇങ്ങനെയാണ് ആയുധങ്ങൾ കൊടുത്ത് നിർത്തിയതെങ്കിൽ ക്രിസ്തുവിൻ്റെ പട്ടാളക്കാരന് ഞാൻ എന്തായുധം കൊടുക്കണം? അവൻ്റെ തലയിലുള്ള ഹെൽമെറ്റ് കണ്ടേച്ച് പറഞ്ഞു, രക്ഷ നിൻ്റെ ശിരസ്ത്രമായിരിക്കട്ടെ. അവൻ്റെ നെഞ്ചത്തിട്ടിരിക്കുന്ന ബ്രസ്റ്റ് പ്ലേറ്റ് കണ്ടേച്ച് പറഞ്ഞു, നിനക്ക് നിൻ്റെ ബ്രസ്റ്റ് പ്ലേറ്റ് നീതിയായിരിക്കട്ടെ. അവൻ്റെ ബെൽറ്റ് കണ്ടേച്ച് പറഞ്ഞു, നിൻ്റെ ബെൽറ്റ് ഇന്നതായിരിക്കട്ടെ. അവൻ്റെ ഷൂസ് കണ്ടേച്ച് പറഞ്ഞു, അത് നിനക്ക് തരിക. ഒരു റോമൻ പടയാളിയെ അവിടെ വർണ്ണിച്ചിരിക്കുക. ആ ആയുധങ്ങളെക്കുറിച്ച് മാത്രമേ എഫേസ്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നുള്ളൂ. പക്ഷെ താൻ ഉപയോഗിക്കുന്ന ഒരുപാട് ആയുധങ്ങൾ താൻ അവിടെയും ഇവിടെയും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. താൻ ഉദാഹരണത്തിന് വേണ്ടി താൻ ഉപയോഗിച്ച ഒരായുധമാണ് മാംസം ഭക്ഷിക്കാതിരിക്കുക. എൻ്റെ സഹോദരന് അത് ഇടർച്ച വരുത്തുമെങ്കിൽ എനിക്കതൊക്കത്തില്ല. അത്രയും കട്ടിയുള്ള ഒരായുധം ദൈവം എൻ്റെ തന്നിട്ടില്ല.
എൻ്റെ സഹോദരൻ ഇടർച്ചയാകുമെങ്കിൽ മേലാൽ ഞാൻ നോൺ വെജിറ്റേറിയൻ ആഹാരം കഴിക്കത്തില്ല, വെജിറ്റേറിയനെ കഴിക്കൂ. എൻ്റെ ആയുധമാത് എൻ്റെ വേർപാട്. എൻ്റെ ആയുധമാണ്. നിങ്ങളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ആയുധങ്ങൾ സർവായുധവർഗം ധരിക്കുക. 1, സാത്താനെ കൊണ്ട് ആയുധം താഴെ വെപ്പിച്ചു. 2, നിയമങ്ങളെ മാറ്റി. ഇതുവരെ ഉണ്ടായിരുന്ന നിയമമല്ല, എനിക്കൊരു പുതിയ നിയമം തന്നു. തുടർന്ന് എന്നെ സർവ്വ ആയുധവർഗം ധരിപ്പിച്ചു. ഇന്നലെ ഞാൻ ഇവിടെ എടുത്തു പറഞ്ഞതായിരുന്നു, നാം ജനിക്കേണ്ട സമയം തമ്പുരാൻ കണക്കുകൂട്ടി. എത്രയായിരം പൈശാചിക ശക്തികൾ നിൽക്കുന്ന ഇടത്ത് ഏതെല്ലാം ആയുധങ്ങൾ ഉള്ളവനാണ് വരേണ്ടതെന്ന് കണ്ടതുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തി 17:26 ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ ഏക മനുഷ്യനായ ആദമിൽ നിന്ന് അവൻ മനുഷ്യജാതിയെ മുഴുവനും നിർമ്മിച്ചു. അവർ പാർക്കേണ്ട ഇടങ്ങളും കാലങ്ങളും നിയമിച്ചു കൊടുത്തു. ഏത് വർഷം മുതൽ ഏത് വർഷം വരെ നിങ്ങളിൽ ഒരാൾ ബത്തേലിൽ ഉണ്ടായിരിക്കണം, ബാംഗ്ലൂരിൽ ഉണ്ടായിരിക്കണം, അറിഞ്ഞുകൊണ്ട് ദൈവം ഇവിടെ ആക്കി. ഇവിടെയുള്ള സകല ശക്തികളോട് മല്ലിടുവാൻ, യുദ്ധം ചെയ്യുവാൻ ഇവിടെയുള്ള ലോക്കൽ സ്പിരിറ്റിൻ്റെ മേൽ അതോറിറ്റിയുള്ള ഒരാളിനെ ദൈവം ഇവിടെ കൊണ്ടയാക്കി. ഇതിനകത്തിരിക്കുന്ന ആരും മറക്കരുത്, നമ്മുടെ കയ്യിലൊക്കെ ദൈവം വലിയത് തന്നിട്ടുണ്ട്. ആ സമയങ്ങളിൽ അത് ഉപയോഗിക്കുമെങ്കിൽ ദൈവത്തിന് വേണ്ടി പണിയുവാൻ കഴിയും, കുഴികൾ കുഴിക്കുവാൻ കഴിയും. ഈ കുഴികൾ മുഴുവനും വെള്ളം കൊണ്ട് നിറയും. അതെല്ലാം നമുക്ക് സാധിക്കും. ഞാൻ ഈ കാര്യങ്ങൾ ഓർപ്പിക്കുക. ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ ഒരാളിനെ ദൈവം തിരഞ്ഞെടുത്തു. ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിപ്പിച്ചു. ഇത് ഇവിടെ ഞാൻ ഒരു കാര്യം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് കഴിഞ്ഞ ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ്. ഒന്നാമത്തെ ഒരായുധം നമുക്ക് തന്നിരിക്കുന്നത് നമ്മുടെ കൈവശം ശത്രുവിനെ വെട്ടുവാനുള്ള വചനമെന്ന വാൾ. അത് ഭയങ്കര പ്രസക്തമാണ്. ഞാൻ ഒരാളിനോട്, ഒരു പൈശാചിക ശക്തിയോട് 50 പ്രാവശ്യം ഒരു കാര്യം പറഞ്ഞാൽ അവൻ കേൾക്കണമെന്നില്ല. പകരം ദൈവത്തിൻ്റെ വചനം ഉച്ചരിച്ചാൽ അവൻ കേൾക്കും. യേശു പോലും ചെയ്തതാ. യേശു സാത്താനാൽ പരീക്ഷിക്കപ്പെടേണ്ടതിനു വേണ്ടി ഒരു സ്ഥലത്തേക്ക് പോയി. പിശാച് അടുത്തു വന്ന് യേശുവിനോട് പല കാര്യങ്ങളും പറഞ്ഞു. നീ കല്ലിനോട് അപ്പമാകാൻ പറ, അത് ചെയ്യാൻ പറ. യേശുവിൻ്റെ മറുപടി, അങ്ങനെ എഴുതിയിരിക്കുന്ന വചനമെടുത്ത് ഉപയോഗിക്കുന്നത് വചനമെന്ന വാള് വെട്ടുവാനുള്ള വാളാണ്. ഭയങ്കര ഇഫക്റ്റീവാണ്. ദൈവവചനത്തിൽ ഇങ്ങനെ കുറിച്ചിരിക്കുന്നു, അത് എഴുതിയതാ, മാറ്റം വരുത്താവുന്നതല്ല. എൻ്റെ വാക്കല്ല, ദൈവവചനത്തിൻ്റെ വാക്കുകൾ പറയുവാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. ഇത് പറയുമ്പോൾ വചനത്തിൽ നിന്ന് അറിയേണ്ട പദങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. എനിക്ക് ഇത്രയൊക്കെ ഓർമ്മ പോയെങ്കിലും കൃപയാൽ അറിയേണ്ട വാക്യം ഒന്നും മറന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. പിശാചിനോട് യുദ്ധം ചെയ്യാൻ ആവശ്യമുള്ളത് ഇന്നും കർത്താവ് തന്നിട്ടുണ്ട്. അവനോട് യുദ്ധം ചെയ്യാൻ ദൈവത്തിൻ്റെ വചനമാണ്. എന്നാൽ ഈ ആയുധം ഫലിക്കാതിരിക്കാൻ വചനത്തോട് കൂട്ടിച്ചേർക്കാൻ പിശാച് നിർബന്ധിക്കും. ഞാൻ പറഞ്ഞില്ല, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഒരാൾ എന്നെ വിളിച്ചു പറഞ്ഞു, ഇച്ചിരി കോംപ്രമൈസ് ചെയ്യണം, ഒരല്പം, വലുതായിട്ടൊന്നും വേണ്ട, ഒരല്പം കോംപ്രമൈസ് ചെയ്യണം. ഞാൻ പറഞ്ഞു, ബ്രദറെ നടക്കത്തില്ല. എന്നോട് പറഞ്ഞു, പാസ്റ്റർ അതിനെക്കുറിച്ചൊരു വാക്കുപോലും മിണ്ടണ്ട, ഇവിടെ വരിക, തരുന്ന ടോപ്പിക്ക് സംസാരിക്കുക. ഞാൻ പറഞ്ഞു, ഒരു രക്ഷയില്ല, ദൈവം എൻ്റെ വായി തരുന്നതാണ് ഞാൻ പറയുന്നത്. കോംപ്രമൈസ് എന്ന് പറയുന്നത് എനിക്ക് നടക്കത്തില്ല. ഞാൻ ഒരുപാട് ജനറൽ കൺവെൻഷനുകളിൽ പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷെങ്കിൽ ഈ പല സഭകൾ ഒരുമിച്ച് ചേർന്ന് നടക്കുന്ന യൂണിയൻ കൺവെൻഷന് പ്രസംഗിക്കുന്ന പതിവില്ല. കാര്യം യൂണിയൻ കൺവെൻഷനുകൾക്ക് പ്രസംഗിച്ചാൽ അതിനകത്ത് അസോസിയേറ്റ് ചെയ്യുന്ന സകല സഭാവിഭാഗങ്ങളെയും പ്രസാദിപ്പിക്കുന്ന ആശയങ്ങൾ പറയേണ്ടി വരും. അതൊക്കത്തില്ല. എന്നെ ഏൽപ്പിച്ചത് അതിനേക്കാൾ വലുതാണ്. എന്നെ ഏൽപ്പിച്ചതിനകത്ത് നിന്നേ മതിയാകൂ. ചുരുക്കമിടത്ത് പോയിട്ടുണ്ട്. അവരോട് ഞാൻ പറഞ്ഞാ പോകുന്നത്, ഞാൻ വന്നു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് എൻ്റെ നാവിന്മേൽ എന്തു തരും അത് ഞാൻ പറഞ്ഞിരിക്കും. വായി തോന്നിയത് കോതയ്ക്ക് പാട്ടാ, പക്ഷെ ഞാൻ കോതയല്ല. അതുകൊണ്ട് അങ്ങനെ വായി തോന്നിയതല്ല ഞാൻ പറയുന്നത്, ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് തരുന്നതാണ്. അത് ഞാൻ പറഞ്ഞിരിക്കും, അതിന് താവോട്ട് വരത്തില്ല. കോംപ്രമൈസ് നമുക്കുള്ളതല്ല. കോംപ്രമൈസ് ചെയ്തെങ്കിൽ വചനമെന്ന വാൾ ഫലിക്കത്തില്ല. ഇതിൻ്റെ വാത്തല പോയിരിക്കും, ഇതിൻ്റെ മൂർച്ച നഷ്ടപ്പെട്ടിരിക്കും. ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ച ഉള്ളതും ഹൃദയങ്ങളെയും സന്ധികളെയും ആത്മാവിൻ്റെയും സന്ധിമജ്ഞകളെയും ആത്മാവിനെയും വരെ തുളച്ചു ചെല്ലുന്നതാണ് ദൈവത്തിൻ്റെ വചനം. നാളെ ഇവിടെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇവിടെ വലിയ കാര്യങ്ങളൊക്കെ നടക്കും. ഒരിക്കൽ പരിശുദ്ധാത്മാവ് ഒരു പട്ടണത്തിൽ വെച്ച്, ബാംഗ്ലൂരിലല്ല, ഒരു പട്ടണത്തിൽ വെച്ച് എന്നോട് ഇടപെട്ട ഒരു പദമാണ്. ഞാൻ ആ സ്ഥലം ഓർക്കുന്നുണ്ട്, മനഃപൂർവ്വം സ്ഥലം ഒഴിവാക്കുക. കർത്താവ് എന്നോട് പറഞ്ഞു, ഈ വാക്കിൻ്റെ അർത്ഥഗാംഭീര്യം ഹൃദയങ്ങളെയും നിലവുകളെയും സന്ധിമജ്ഞകളെയും തുളച്ചു ചെല്ലുന്ന. കർത്താവ് എന്നോട് പറഞ്ഞു,
ഈ മുട്ടിൻ്റെ വേദനയുള്ള, ഇന്ന് രാത്രിയിലത്തെ കാര്യമല്ല, അവിടെ വെച്ച് പറഞ്ഞത്, മുട്ടിൻ്റെ വേദനയുള്ള ചിലരുടെ സന്ധിക്കകത്ത് കയറാൻ. ബ്ലഡ് ക്യാൻസറുള്ള ഒരു വ്യക്തി അതിനകത്തുണ്ടായിരുന്നു. ചിലതിൻ്റെ ബോൺമാരയ്ക്ക് അകത്ത് കയറാൻ ഈ വചനത്തിന് പ്രാപ്തിയുണ്ട്. ഗീവ് എ കമാൻഡ്. നീ ഒരു കൽപ്പന കൊടുക്ക്, ആ മുട്ടിൻ്റെ വേദന മാറിയിരിക്കും. കാര്യം സന്ധികളുടെ അകത്ത് കയറും വചനം. നീ ഒരു കൽപ്പന കൊടുക്ക്, ബ്ലഡ് ക്യാൻസർ മാറിയിരിക്കും. ബ്ലഡ് ക്യാൻസർ മാറിയ കേസ് ഇതിനകത്തിരിപ്പുണ്ട്. ബ്ലഡ് ക്യാൻസർ മാറിയിരിക്കും. കാര്യം ഹൃദയങ്ങളെയും നിലവുകളെയും അന്തരംഗങ്ങളെയും സന്ധികളെയും മജ്ഞകളെയും വരെ തുളച്ചു ചെല്ലുന്ന ദൈവത്തിൻ്റെ വചനം. അതിൻ്റെ കൂടെ കോംപ്രമൈസ് ചെയ്താൽ, കൂട്ടിച്ചേർത്താൽ പിന്നെ അതിന് വിലയില്ലാതെ വരും. അതുകൊണ്ട് കൂട്ടിച്ചേർക്കരുത്. ദൈവം തന്ന ആയുധം അതുപോലെ ഉപയോഗിക്കണം. ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ ദുരുപദേശം ഒരിക്കലും പറയരുത്. ഉപദേശത്തോട് മറുതലിക്കരുത്, ഉപദേശത്തോട് കൂട്ടിച്ചേർക്കരുത്, കോംപ്രമൈസ് ചെയ്യരുത്. നമ്മൾ പോയേ മതിയാകും. യെരമ്യാവിൻ്റെ പുസ്തകം 2:13 യഹോവയെ വിട്ട് പൊട്ട മരവുകളിലേക്ക് മാറുന്ന ആളുകളുണ്ട്. വ്യാജ അടയാളങ്ങൾ അവർ ചെയ്തിരിക്കും. ഇതും 1 മിനിറ്റ് ചിന്തിച്ചേ പറ്റൂ. എൻ്റെ ജനം 2 ദോഷം ചെയ്തു. യെരമ്യാവ് പറയുന്നത്, എൻ്റെ ജനം 2 ദോഷം ചെയ്തു. 1, അവർ ജീവൻ്റെ ഉറവയായി എന്നെ ഉപേക്ഷിച്ചു. 2, വെള്ളമില്ലാത്ത പൊട്ട മരവികളെ കുഴിച്ചുണ്ടാക്കി. വെള്ളമില്ലാത്ത പൊട്ട മരവികളെ കുഴിച്ചുണ്ടാക്കി. എൻ്റെ ജനം 2 ദോഷം ചെയ്തു. 1, അവർ ജീവൻ്റെ ഉറവയായി എന്നെ വിട്ടു. 2, വെള്ളമില്ലാത്ത പൊട്ട മരവികളെ കുഴിച്ചുണ്ടാക്കി. ഇന്ന് ഇതിനകത്ത് വ്യാപരിക്കുന്നത് ഒരു അഭിഷേകത്തിൻ്റെ വ്യാപാരമാണ്. ഇമോഷൻ്റെ വ്യാപാരം ഉണ്ടായാലും ഇതിനേക്കാൾ ശബ്ദം കാണും. അഭിഷേകം വേറെ, ഇമോഷൻ വേറെ. ഇമോഷൻ്റെ വ്യാപാരം ഉണ്ടാക്കാൻ പലതും ചെയ്യാൻ ഒക്കും. ഈ പറയുന്ന എനിക്ക് പോലും ചെയ്യാൻ ഒക്കും. എൻ്റെ ആരോഗ്യമൊക്കെ കുറഞ്ഞെങ്കിലും ചെയ്യാൻ ഒക്കും. ഇമോഷൻ എല്ലാവരും 2 സ്വതന്ത്രം പറയുന്നു, ചാടിക്ക്, അപ്പുറത്തായിട്ട് എൻ്റെ കയ്യെ പിടിച്ച് ഇങ്ങോട്ട് വലിച്ച് പെടലേക്ക് പിടിച്ച് കുലിക്കുക എന്നൊക്കെ പറഞ്ഞാൽ മതി. ഒരു ഇമോഷണൽ മൂവ് ഉണ്ടാകും. ഒരു ഇമോഷണൽ മൂവിന് വേണ്ടി അല്ല ഞാനിവിടെ നിൽക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ മൂവിനാണ്. പരിശുദ്ധാത്മാവ് എന്തെങ്കിലും ഒന്ന് ചെയ്തെങ്കിൽ അത് അനുഭവിക്കേണ്ടതിനാണ്. എൻ്റെ ജനം 2 ദോഷം ചെയ്തു. 1, ജീവൻ്റെ ഉറവിടമായി എന്നെ വിട്ടു. 2, അവർ വെള്ളമില്ലാത്ത പൊട്ടമരവികളെ കുഴിച്ചുണ്ടാക്കി. പൊട്ടമരവികൾ, വ്യാജ അടയാളങ്ങൾ അവർ ചെയ്യാൻ തുടങ്ങി. തെസ്സലോനിക്കരുടെ 2-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം ദയവായി ഒന്ന് വായിക്കാമോ? 2 തെസ്സലോനിക്കർ 2:9 ദയവായി ഒന്ന് വായിക്കാമോ? ഞാൻ ഇതേ കുറിച്ചിട്ടില്ല, അതുകൊണ്ടാണ്. എനിക്ക് നോർമൽ ബൈബിളിൽ നിന്ന് വായിക്കാൻ ഒക്കാത്തത് കൊണ്ട് അതിൽ നിന്ന് കട്ട് ചെയ്ത് സൂം ചെയ്ത് വലുതാക്കിയാണ് ഞാനവിടെ വെക്കുന്നത്. ഈ വാക്യം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടില്ല. യെരമ്യാവിൻ്റെ പുസ്തകം 2 തെസ്സലോനിക്കർ 2:9. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താൻ്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. നിൽക്കട്ടെ, അധർമ്മ മൂർത്തിയുടെ പ്രത്യക്ഷത. ഞാൻ അങ്ങും ഇഞ്ഞുമൊക്കെ ഒന്ന് തൊട്ടോട്ടെ. അങ്ങും ഇഞ്ഞും കേരളത്തിൽ എന്നെ കൺവെൻഷന് വേണ്ടി വിളിച്ച് 2 or 3 കൺവെൻഷൻ അദ്ദേഹത്തിൻ്റെ കൂടെ പോയി പ്രസംഗിച്ചിട്ടുള്ള ഒരു മനുഷ്യനുണ്ട്. ഒരു ദിവസം എന്നോട് ആരോ പറഞ്ഞു, ഇവൻ എം എവറീസിനെ കൺവെൻഷന് വിളിച്ച് പ്രസംഗിപ്പിക്കും, പക്ഷെ നിങ്ങൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ രോഗശാന്തി അയാൾ ചെയ്യും. അയാൾ വിളിക്കുന്നത് എം എവറീസിനെ മാത്രമല്ല, തിരുവനന്തപുരത്ത് ഭീമപ്പള്ളി എന്ന് പറയുന്ന ഒരു പള്ളിയുണ്ട്. ആരുടെയാണ്? മുസ്ലിംസിൻ്റെ ഒരു പള്ളിയുണ്ട്. ഇവൻ ഭീമപ്പള്ളിയിൽ 1 മാസം 500 രൂപ വീതം സ്വതന്ത്രാഴ്ച കൊടുക്കുന്നുണ്ട്. നമുക്കിവിടെ ഒരു ശുശ്രൂഷകൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. വെട്ടൊന്ന് മുറി 2 എന്നുള്ള രീതിയിലാണ് പുള്ളി സംസാരിക്കുന്നത്. ഭയങ്കര ടഫാണ്. ഞാൻ പേര് പറയുന്നില്ല, അറിയാവുന്നവർക്കൊക്കെ അറിയാം. ഭയങ്കര ടഫാണ് അദ്ദേഹം. സഭ ഒരു കാലത്തും വളരത്തില്ല, സഭയ്ക്കകത്ത് അങ്ങനെ പ്രത്യേകതയൊന്നുമില്ല. പക്ഷേ ഇയാളൊരു നല്ല സ്പിരിച്വൽ ഫിഗറാണ്, പ്രവചനമൊക്കെ പറയും. ഒരിക്കൽ ഒരാൾ വന്ന് ഇദ്ദേഹത്തോട് പറഞ്ഞു, സഭയ്ക്കകത്തെ ശുശ്രൂഷ അല്ല ദൈവം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. മരം വെട്ടുന്ന മഴുവുമായി ഇറങ്ങുന്നവന് മിനുസപ്പെടുത്തുന്ന ചിന്തേരിൻ്റെ പണി നടക്കുകയില്ല. നിന്നെ മരം വെട്ടാൻ കാട്ടിലയച്ചതാ, നീ സഭയ്ക്കകത്ത് കയറരുത്. നിൻ്റെ ആയുധം ഇവിടെ ഉപയോഗിച്ചാൽ ഇവിടെ ഉള്ള ഉപകരണങ്ങളെല്ലാം കേടാവും. വ്യത്യസ്ത ഇടങ്ങളിൽ ഉപയോഗിപ്പാൻ വ്യത്യസ്ത ആയുധങ്ങളാണ്. മരം വെട്ടുന്ന ആയുധം കൊണ്ട് തടി മിനുക്കാൻ ഒക്കത്തില്ല. കല്ല് വെട്ടുന്ന ആയുധം കൊണ്ട് കല്ല് മിനുക്കാൻ ഒക്കത്തില്ല. ഇതിനെല്ലാം വെവ്വേറെ ആയുധങ്ങളാണ്. കാലത്തിൻ്റെ പോക്കിൽ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ അധർമ്മത്തിൻ്റെ വ്യാപാരത്തിന് ഒത്തവണ്ണം
ആയുധങ്ങളുടെ സ്വഭാവം മാറും. ആയുധങ്ങളുടെ സ്വഭാവം മാറും. പറഞ്ഞു, ഈ കാലത്ത് ജനിക്കേണ്ടവൻ, ഈ കാലത്തേക്ക് അഭിഷേകമുള്ളവൻ, ഇന്നത്തെ തലമുറയ്ക്കുള്ളത് ദൈവത്തെങ്കിൽ നിന്ന് പ്രാപിച്ചവരാണ് ഇവിടെ ഇരിക്കുന്നത്. നിങ്ങളത് ചെയ്യണം. അധർമ്മത്തിൻ്റെ മർമ്മം അന്നേ വ്യാപരിക്കുന്നുണ്ട്. അധർമ്മം മൂർത്തി വെളിപ്പെട്ടു വരും. അവൻ്റെ വ്യാപാരം വലുതായിരിക്കും. അധർമ്മത്തിൻ്റെ മർമ്മവും അധർമ്മത്തിൻ്റെ മൂർത്തിയും 3 ശിലകളിൽ ഞാൻ എടുത്തു വെക്കുക, 3 നിരകളിൽ. ഒന്ന് അധർമ്മത്തിൻ്റെ മർമ്മം, ഒരു മാർമികമായി അതുണ്ട്. അത്ര ശരിയല്ല, ഒരല്പം പെശകുണ്ട്. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇത് പെശക, ഒടുവിൽ വരുമ്പോൾ ഇത് പെശക് തന്നെയാണ്. ഇത് പെശകിൻ്റെ മൂർത്തിയാണ്. അധർമ്മത്തിൻ്റെ മൂർത്തി വെളിപ്പെടും. വായിച്ചാട്ടെ. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും. നിൽക്കട്ടെ, വ്യാജമായ സകല ശക്തിയോടും. ആർക്ക് വേണ്ടിയാണ് ഇത് വരുന്നത്? വ്യാജമായ ശക്തി നശിച്ചു പോകുന്നവർക്ക്. രക്ഷപ്പെടുവാനുള്ള എനിക്കല്ല, രക്ഷപ്പെടാനുള്ള ഞാൻ ഇതിനെ ശാസിക്കും. നശിച്ചു പോകുന്നവർക്ക് വ്യാജമായ സകല ശക്തിയോടും. വൻ ശക്തി അതിനകത്ത് കാണും. ഇത് കാണുന്നതോടെ ഒരുപാട് പേര് ഓടിയെടുക്കും. എനിക്കറിയാം, ഞാൻ ഒരായുസ് പ്രസംഗിച്ച് ജീവിച്ച ആളാണ്. ഒരായുസ് ഇറങ്ങി നടന്ന് പ്രസംഗിച്ച ആളാണ്. ചില ആളുകൾ വന്നു കഴിഞ്ഞാൽ ഉപദേശത്തിനകത്തൊന്നുമില്ല, കാര്യമായിട്ടൊന്നുമില്ല, പക്ഷേ ഹെവി രോഗശാന്തി. ആളുകൾ അവിടെ കൂടുന്നത് പോലെ വേറെ എങ്ങും കൂടത്തില്ല. കാര്യം ഒത്തിരി ഷോയുണ്ട്, ആളുകൾ കൂടും. ഈ രോഗശാന്തി പലതും നിലനിൽക്കുന്നതല്ല. ഇവിടെ നമ്മുടെ ചർച്ചിനകത്തൊരു ശുശ്രൂഷകനുണ്ടായിരുന്നു. അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് കൈ ഉയർത്തിയാൽ ഭൂതങ്ങൾ കൂട്ടമിളകും. പറയുമ്പോൾ പലർക്കും മനസ്സിലാവും. അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇവിടെ ഇല്ല. എഴുന്നേറ്റ് നിന്ന് കൈ ഉയർത്തിയാൽ ഭൂതങ്ങൾ കൂട്ടമിളകും. ഒരെണ്ണം പോലും വിട്ടുപോകത്തില്ല. അടുത്ത മീറ്റിങ്ങിനും ഇതേ ഭൂതമിളകും, 3ാമത്തെ മീറ്റിങ്ങിനും ഇതേ ഭൂതമിളകും. ഭൂതങ്ങൾ ഇട്ട് കളിപ്പിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല ആൾക്കൂട്ടമായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് ഒരു ദിവസം പറഞ്ഞു, ബ്രദറെ, നമുക്കിത് നടക്കില്ല. ഈ ഭൂതങ്ങളെ പുറത്താക്കാനാണ് കർത്താവ് പറഞ്ഞ്, ഇളക്കി വിടാനല്ല. ഇളക്കുന്നത് പലയിടത്തും നടക്കാം. ഇത് വ്യാജമായ അടയാളമാണ്, ഇത് വ്യാജമാണ്. ദൈവകൃപയാൽ അദ്ദേഹം വിട്ടുപോയി. ദൈവത്തിന് സ്തോത്രം. വ്യാജമായ അടയാളം ആൾ കൂട്ടാൻ ഒക്കും, പക്ഷേ നിത്യതയിലെ കാര്യം ചേർക്കാൻ ഇതിന് കൊള്ളാതെ വരും. അധർമ്മത്തിൻ്റെ മൂർത്തി വെളിപ്പെടുമ്പോൾ വ്യാജമായ സകല അടയാളങ്ങളോടും. പിന്നെ അത് നശിച്ചു പോകുന്നവർക്കാണ്, നമുക്കല്ല. വായിച്ചു. വ്യാജമായ സകല ശക്തിയോടും, സകല ശക്തിയോടും, അടയാളങ്ങളോടും അത്ഭുതങ്ങളോടുകൂടെ, അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. അനീതിയുടെ സകല വഞ്ചനയോടും കൂടെയുമായിരിക്കും. അനീതിയുടെ സകല വഞ്ചനയോടും കൂടെയുമായിരിക്കും. ഒരു പ്രാവശ്യം കൂടെ വായിച്ച് നിർത്താമോ? അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. ഇത് നശിച്ചു പോകുന്നവർക്ക് പ്രയോജനപ്പെടും. നമുക്ക് വേണ്ട. നമുക്ക് ദൈവം തന്നതല്ലാത്ത ഒരായുധവും വേണ്ട. ദൈവം തരുന്ന ആയുധങ്ങൾ ഉപയോഗിച്ച് കർത്താവിന് വേണ്ടി പോരാടുവാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. രക്ഷ എന്ന ശിരസ്ത്രം സർവായുധവർഗത്തിലൊന്ന. വാളിനെ ഞാൻ നേരത്തെ ചിന്തിച്ചു, അതിൻ്റെ എക്സ്റ്റൻഷനാണ് ഇവിടം വരെ വന്നത്. രക്ഷ എന്ന തലക്കോരിക തന്നു, രക്ഷ എന്ന ശിരസ്ത്രം തന്നു, നമ്മുടെ ഹെൽമെറ്റ് ഓഫ് സാൽവേഷൻ. ഒരു പ്രാവശ്യം പിന്മാറ്റത്തിൽ പോയാൽ ഈ ആയുധം തീർന്നു. പിന്മാറ്റക്കാരനെ ദൈവത്തിന് മഹാവിരോധമാണ്. ഒരിക്കൽ പ്രകാശനം ലഭിക്കുകയും സ്വർഗീയദാനം ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിയുന്നതല്ല. ചുട്ടുകളകയത്രേ അതിൻ്റെ അന്തം. വിശ്വാസത്തിൽ പുറകോട്ട് പോകാതെ നമ്മുടെ മേൽ ദൈവം ധരിപ്പിച്ച രക്ഷയുടെ ശിരസ്ത്രം സൂക്ഷിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ തരട്ടെ. കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവനാരും, പിന്മാറ്റത്തിലേക്ക് പോകുന്നവൻ ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല. എബ്രായ ലേഖനം 6:4 മുതൽ 6 വരെയുള്ള വാക്യമാണ് ഞാൻ പറഞ്ഞത്. ഒരിക്കൽ പ്രകാശനം ലഭിച്ചവർ പിന്മാറിപ്പോയാൽ ചുട്ടുകളകയല്ലാതെ പിന്നെ ഒരു രക്ഷയില്ല. ഇതേ കാര്യം തന്നെ എബ്രായർ 10:18 പറയുന്നുണ്ട്. പിന്മാറിയാൽ എനിക്കവനിൽ പ്രസാദമില്ല. യെരമ്യാവ് 3-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ എനിക്ക് നിങ്ങൾക്കും കൊള്ളാവുന്ന ഒരു ക്ഷണം കിടപ്പുണ്ട്. മടങ്ങിവാ ഇസ്രായേൽ കന്യകയെ, മടങ്ങിവാ. നമ്മുടെ ആയുധങ്ങൾ എവിടെയെങ്കിലും മൂർച്ച കുറഞ്ഞെങ്കിൽ, എവിടെയെങ്കിലും ദൈവം നമ്മളെ ഏൽപ്പിച്ച ആയുധങ്ങൾ ഉപയോഗപ്പെടാതെ പോകുന്നെങ്കിൽ റിട്ടേൺ ഈ ആഴ്ച അതിനുള്ളതാണ്.
സ്പിരിച്വൽ എംഫസൈസ് വീക്ക് അതിനുള്ളതാ. ആരെങ്കിലും ഞാൻ കുറ്റം പറയുകയല്ല, ഞാൻ പെർഫെക്റ്റും അല്ല. പക്ഷേ എന്നെ തന്നെ ദൈവസന്നിധിയിൽ ശോധന ചെയ്യാൻ, നമുക്കൊരുമിച്ച് ശോധന ചെയ്യാൻ ദൈവസന്നിധിയിൽ ഇരിക്കാം. നമ്മുടെ ആയുധങ്ങൾ ഒരു പ്രാവശ്യം കൂടെ മൂർച്ചയുള്ളതാകട്ടെ. 2 കൊരിന്ത്യർ 11:3 ഉപായത്താൽ ചതിക്കുന്ന ഒരു പിശാചിനെ കാണാം. ഏദൻ തോട്ടത്തിൽ ഔവയെ ചതിച്ചത് ഇങ്ങനെയാണ്. ഉപായം പലപ്പോഴും ഉണ്ടാകും. ഉപായത്താൽ ചതിക്കപ്പെടരുത്. എനിക്ക് ഒരുപാട് ആശയങ്ങളിലേക്ക് പോകാനുണ്ട്. നാളെ രാവിലെ നമ്മൾക്ക് നോക്കാം എന്നാ വരെ പോകുമെന്ന്. ഇന്ന് ഈ വൈകുന്നേരം ഇവിടം കൊണ്ട് ഞാൻ നിർത്തട്ടെ. കാര്യം എൻ്റെ സമയം കഴിഞ്ഞതുകൊണ്ട് മാത്രം. നമ്മളിന്ന് ഇവിടെയാണ് തുടങ്ങിയത്. പിശാച് ശത്രു ഇരിക്കുന്നത് ഫോർട്ടിഫൈഡ് ഏരിയയ. അവൻ്റെ വട്ടത്തിൽ വേലിക്കെട്ടുകളുണ്ട്, അവൻ്റെ വട്ടത്തിൽ മതിൽക്കെട്ടുകളുണ്ട്. അത് പെനിട്രേറ്റ് ചെയ്യാത്തിടത്തോളം ഒരു കൽപ്പനയും പിടിക്കത്തില്ല, അവനെ ഒരു ശാസനയും വിജയിക്കത്തില്ല. അനേകർ ശാസിച്ചിട്ടും ഒന്നും നടക്കാത്തതിൻ്റെ കാരണം അവൻ്റെ കോട്ട ബ്രേക്ക് ചെയ്യാൻ കഴിയുന്നില്ലെന്നാണ്. 2, അവന് നമുക്ക് ചുറ്റും അവൻ വേലി കെട്ടും, നമ്മുടെ ആളുകളെ തന്നെ നിർത്തിക്കൊണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അകത്തുനിന്ന് വെളിയിലോട്ട് ഒരായുധം പോകത്തില്ല. ആയുധം പോകാതെ വേണം. എന്നാൽ കോട്ടകളെ തകർക്കുവാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ള പോരിൻ്റെ ആയുധങ്ങൾ ദൈവം നമുക്ക് തരുന്നത് കൊണ്ട് നമ്മളതിനെ പൊട്ടിക്കും. അത് ആഭിചാരം പോലും മന്ത്രവാദം പോലും, അത് ജീവിതത്തിൻ്റെ എന്ത് പെശക് പോലും പൊട്ടിച്ചെടുക്കുവാൻ ശക്തിയുള്ള ആയുധങ്ങളെ കർത്താവ് നമ്മുടെ കയ്യിൽ തന്നതാണ്. എത്ര 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 എണ്ണം എണ്ണിപ്പറയുവാൻ ദൈവകൃപയാൽ സഭയ്ക്കുണ്ട്. ഇതിനെയൊക്കെ പൊട്ടിക്കുവാൻ കർത്താവ് കൃപ തന്നു. 2, യേശു പിശാചിനെ കൊണ്ട് ആയുധം താഴെ വെപ്പിച്ചു. 3, നമ്മെ ആയുധവർഗം ഏൽപ്പിച്ചു. 3, 4 അധികാരം നമുക്ക് തന്നു. പിതാവിനെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുക, നിങ്ങൾ പൊയ്ക്കോളാൻ പറഞ്ഞു. കർത്താവ് ഇത് ചെയ്തിരിക്കും. ശക്തികളുമായി ഏറ്റുമുട്ടുമ്പോൾ ഇന്ന് നിന്നെ കൊല്ലും, ഇതിനപ്പുറത്ത് നീ പോകത്തില്ല എന്ന് അക്ഷരീകമായി മലയാളം വാക്കുകളിൽ എന്നോട് പറഞ്ഞ ശക്തികളുണ്ട്. ഒന്നും നടന്നില്ല. കാര്യം ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടാൻ കർത്താവ് കൃപ തന്നെങ്കിൽ അത് നടന്നിരിക്കും. ഇന്ന് പകൽ ഒരു പ്രാവശ്യം കോട്ടയെ ഒന്ന് ബ്രേക്ക് ചെയ്യാൻ ഞാൻ പോവുക. ഒരു പ്രാവശ്യം കോട്ട ഒന്ന് ബ്രേക്ക് ചെയ്യാൻ പോവുകയാണ്. അത് കഴിഞ്ഞ് നമുക്കിന്ന് പിരിഞ്ഞു പോകാം. എനിക്കതിനുള്ള ഒരു മൂഡ്, ഒരു അന്തരീക്ഷം തോന്നുന്നുണ്ട്. എല്ലാ കണ്ണുകളും ദയവായി ഒന്ന് അടച്ചാലും. കർത്താവേ, ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ഒരുമിച്ച് നിന്ന് ഞങ്ങളെ ദൈവം ഏൽപ്പിച്ച സർവായുധവർഗം ഉപയോഗിച്ച് ഇന്ന് രാത്രിയിൽ ദൈവം ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന പ്രത്യേക ദൈവിക അധികാരങ്ങൾ ഉപയോഗിച്ച് അന്ധകാരത്തിൻ്റെ വ്യാപാര മണ്ഡലങ്ങളെ ഞങ്ങൾ ബ്രേക്ക് ചെയ്യുന്നു. ആഭിചാരത്തിൻ്റെ കോട്ടകൾ വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും വിരോധമായി അന്തനം വാദപ്രമാറക്കതനി കടത്തിയ കൽമനെ കഥാ സിനക്കരാർ അമ്പത്തുദാസിയ അന്ധകാരത്തിന് വ്യാപാര ശക്തികൾ ദൈവസഭയ്ക്കും ജനത്തിനും കുടുംബങ്ങൾക്കും വിരോധമായി എഴുതുവിട്ടത് ഇവിടെ കൊണ്ട് തകരുവാൻ ഈ രാത്രിയിൽ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. ശത്രുവിന്റെ അമ്പുകളെ, തീയമ്പുകളെ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ സ്പർശിക്കുന്നു. അത് വിട്ടുപോകാം, അത് വിട്ടുപോകാം. ഇന്ന് രാത്രിയിൽ ഒരു ദൈവശക്തിയുടെ വ്യാപാരം ഉണ്ടാകട്ടെ. മഹത്വം ഞങ്ങളുടെ കർത്താവിനാകും. വിടുതലോടെ ഞങ്ങൾ മടങ്ങുകയാണ്. എല്ലാവരും ഭവനങ്ങളിലെത്തൂ. ദൈവത്തിൻ്റെ കാവലിരിക്കണേ. നാളെ രാവിലെയും വൈകിട്ടുമായി ആരാധനകൾക്ക് വേണ്ടി വരുന്നവർ മടങ്ങി വരുന്നതുവരെ ആ കാവൽ കൂടിയിരിക്കണേ. ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും ദൈവിക കാവലിൽ ഏൽപ്പിക്കുന്നു. കർത്താവ് അത് ഞങ്ങൾക്ക് നന്മയ്ക്കായി ചെയ്യണേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.